ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ഒരു മിനിമം സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പത്രം വായിക്കുന്ന ടി വി കാണുന്ന ആളുകളൊക്കെ നമുക്കറിയാം, ഒട്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകൾ കഴിഞ്ഞ ഒരു 2 മാസത്തിൻ്റെ ഉള്ളിൽ വലിയൊരു ഹൈപ്പ് ഇത്തരം സംഭവങ്ങളിൽ ഉണ്ടായതായിട്ട് നമുക്ക് കാണാം. മറ്റേത് നമ്മൾ ഒറ്റപ്പെട്ട സംഭവങ്ങളായിട്ട് പലപ്പോഴും നമ്മൾ കണ്ടിരുന്ന പല സംഭവങ്ങളും ഒരു എന്താ പറയുക ചെയിൻ പോലെ ഒരു ദിവസം തന്നെ 2-3 വലിയ ക്രിമിനൽ കേസുകൾ, അതിൽ സൂയിസൈഡ് ആവാം, അല്ലെങ്കിൽ അറ്റാക്ക് ആവാം, അല്ലെങ്കിൽ സ്വന്തം വീട്ടിലുള്ള ആളുകളെ വരെ കൊലപാതകം നടക്കുന്ന കേസുകളാവാം. നമുക്കൊരു ടി വി കാണുമ്പോൾ ഇന്ന് എന്ത് വാർത്തയാണ് ഉണ്ടാവുക എന്ന് പേടിച്ച് നമുക്ക് ടി വി ഓൺ ചെയ്യേണ്ട ഒരു സാഹചര്യം നമ്മുടെ അടുത്തുണ്ട് അല്ലേ. ഒരമ്മ പോലും സ്വന്തം മകനെ കെട്ടിയിട്ട് പോലീസിനെ അറിയിച്ച് ഇവനെ പിടിച്ചു കൊണ്ടുപോകണം എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായത് നമ്മുടെ നാട്ടിലാണ്. തൻ്റെ കയ്യിലുള്ള ഡ്രഗ്സ് പോലീസുകാർ കണ്ടെടുക്കുമോ എന്ന് ഭയപ്പെട്ട്, അല്ലെങ്കിൽ ആ ഡ്രഗ്സ് നഷ്ടപ്പെടുത്താൻ താല്പര്യമില്ലാത്തതിൻ്റെ പേരിൽ അത് വിഴുങ്ങി ആ മയക്കുമരുന്നിൻ്റെ സാന്നിധ്യം കൊണ്ട് മരിച്ചുപോയൊരു യുവാവിൻ്റെ പ്രായം എന്ന് പറയുന്നത് 25 വയസ്സിൽ താഴെയാണ്. അത് നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള സംഭവമാണ്. ഈ അടുത്ത ദിവസം നമ്മുടെ തൊട്ടടുത്ത പ്രദേശത്തിലുള്ള ഒരു കൊലപാതകത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിച്ച് പോയാൽ പോലും ആ കൊലപാതക കേസിൽ പെട്ടിട്ടുള്ള ഒരാൾ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ 1.5 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച് ഇപ്പം നാട്ടിലെത്തി കൂട്ടുകാരുമായി സമാനമായ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിലുണ്ടായിട്ടുള്ള തൻ്റെ കൂടെയുള്ള ആളുകൾ ഒറ്റുകൊടുത്തതിലുള്ള അല്ലെങ്കിൽ അത്തരം തെറ്റിദ്ധാരണകളൊക്കെ മുകളിലുള്ള ഒരു എന്താ പറയുക റിവഞ്ച് ചെയ്തതുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം നഷ്ടപ്പെട്ടതെന്നാണ് പോലീസ് കഴിഞ്ഞ ദിവസം അവരുടെ റിപ്പോർട്ടിലൊക്കെ പറയുന്നത്. അപ്പോൾ പണ്ട് പല വിദേശ രാജ്യങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മാത്രം ഒതുങ്ങി നിന്ന്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കേട്ട് ശീലിച്ച വാർത്തകൾ നമ്മളുടെ വീടിൻ്റെ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്ററിൻ്റെ അടുത്ത് എത്തി നിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇതിൽ തന്നെ നമ്മുടെ പ്രദേശത്ത് തന്നെ ചിലപ്പോൾ എത്രയോ രക്ഷിതാക്കൾ സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. നമ്മൾ അറിഞ്ഞതും അറിയാത്തതുമായ ഒട്ടനവധി ഈ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ നമ്മുടെ പ്രദേശങ്ങളിൽ ഉണ്ടാവും. അതെ, ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജിൽ ഒരു ക്ലാസ് പറഞ്ഞപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് വരേണ്ടിയിരുന്നത് കോലടി ഇൻസ്പെക്ടറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് സാറേ ഞാൻ വിളിച്ചു. ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ്, ഞങ്ങളുടെ എക്സൈസിൻ്റെ ടീമും പോലീസിൻ്റെ ടീമും തമ്മിലുള്ള ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. ഉദ്ഘാടനം ചെയ്യേണ്ട സാറിനെ വിളിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഞാൻ കൈപ്പറമ്പ് നിൽക്കുകയാണ്, ഇവിടെ 5 ഗ്രാം ഡ്രഗായിട്ട് ഒരാളെ പിടിച്ചിരിക്കുകയാണ്. ഈ പറഞ്ഞ സ്ഥലമൊന്നും അധികം ദൂരമൊന്നുമില്ല. നമ്മുടെ പ്രദേശം ഇതിന് അത്ര വിദൂരമായിട്ടുള്ള സാഹചര്യങ്ങളല്ല. ഈ പ്രദേശത്ത് നിന്ന് ഞങ്ങൾ കേസുകളൊക്കെ എടുത്തിട്ടുണ്ട് മുൻപ്. ഈ സമീപകാലത്ത് എക്സൈസ് അത്ര കേസുകളൊന്നും ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഭീകരത അല്ലെങ്കിൽ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. നമ്മൾ എന്താണ് ഡ്രഗ്സ്, അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാലുള്ള ദോഷവശങ്ങളൊന്നും ഈ ഒരു വേദിയിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഡ്രഗ്സ് ആണെങ്കിലും ലിക്കർ ആണെങ്കിലും അത് എത്രമാത്രം ഒരാളുടെ മെൻ്റൽ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ബാധിക്കും, അത് നമ്മളെ സാമ്പത്തികമായിട്ട് നമ്മുടെ ഫാമിലീനെ എത്ര തരത്തിൽ ബാധിക്കും, അതിൻ്റെ തിക്തഫലങ്ങൾ എന്താണെന്ന് അറിയുന്ന ആളുകൾ തന്നെയാണ് ഈ വേദിയിലൊക്കെ ഇരിക്കുന്നത്. നമുക്കിനി ചർച്ച ചെയ്യപ്പെടേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥശാല പ്രവർത്തകൻ, അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകർ, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ നിലവിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ സാഹചര്യങ്ങൾ എങ്ങനെ ഉണ്ടാക്കപ്പെട്ടു, അതല്ലെങ്കിൽ ഇതിനെ ഇനി നമുക്ക് നിലവിലുള്ള ഈ സാഹചര്യങ്ങളെ എങ്ങനെ നമുക്ക് തരണം ചെയ്യാം. ഇനിയുള്ള നമ്മുടെ ഇപ്പോൾ UP-യിൽ LP-യിലുള്ള പഠിക്കുന്ന കുട്ടികൾ ഇപ്പം നമ്മൾ കേസിലൊക്കെ പിടിക്കപ്പെടുന്ന ഈ ചേട്ടന്മാരുടെ ആ ഒരു ബാച്ചിലേക്ക്, അല്ലെങ്കിൽ അവരോടൊരു അട്രാക്ഷൻ തോന്നാത്ത തരത്തിൽ നമുക്ക് ഇനിയുള്ള പുതിയ തലമുറ ഗ്രന്ഥശാലകളായിട്ടും നമ്മുടെ പുതിയ കളിയിടങ്ങളൊക്കെ ആയിട്ട് എങ്ങനെ അടുപ്പിക്കാം, അല്ലെങ്കിൽ നിലവിൽ നമുക്ക് ഒരു ഓപ്പറേഷൻ പ്ലാൻ നമ്മുടെ ഭാഗത്ത് വേണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇത്തരം ക്ലാസ്സുകൾ നമ്മൾ നിരവധി കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇതിനു മുമ്പിൽ നമ്മൾ ലഹരിക്കെതിരെയുള്ള റാലികൾ ചെയ്തിട്ടുണ്ട്, ഫ്ലാഷ് മോബുകൾ നമ്മുടെ ഇവരുടെ പ്രായത്തിലുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അത്തരം ക്ലാസ്സുകളും ലഹരി വിരുദ്ധ റാലികളും അതൊക്കെ നമ്മൾ പറയാനുള്ള സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ഉപകരിക്കും അല്ലേ. അപ്പോൾ നമ്മളൊരു കുട്ടികളെ റാലി നടത്തുന്നതാണെങ്കിലും ഇത്തരം ക്ലാസ്സുകളാണെങ്കിലും നമ്മൾ എന്ത് മെസ്സേജാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിന് ഉപകരിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഈ ഒരു പ്രോഗ്രാമിൽ അവസാനിക്കാതെ ഇതിൻ്റെ ഒരു തുടർച്ച എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇത്തരം വേദികളിൽ ചർച്ച ചെയ്യേണ്ടത്. നമുക്കറിയാം, ഒരു കോവിഡാനന്തര കാലഘട്ടം എന്ന് പറയുന്നൊരു കാലഘട്ടം തന്നെയുണ്ട് അല്ലേ. നമ്മൾ ക്രിസ്തുവിന് മുമ്പ് ക്രിസ്തുവിന് ശേഷം എന്നൊക്കെ പറയണ പോലെ
ആ ഒരു ചെറിയ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ കുട്ടികളെന്നല്ല നമ്മളടക്കമുള്ള ആളുകൾ ചെന്ന് എത്തിപ്പെട്ടൊരു ഏരിയ ഉണ്ട്, നമ്മൾ പോലും അറിയാതെ. അപ്പോൾ നമ്മളൊരു 40+ അല്ലെങ്കിൽ 50+ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നതിൽ മെജോറിറ്റി, കുറച്ചാണ് ചെറുപ്പക്കാരുള്ളത്. അപ്പം നമ്മുടെ ഏജിലുള്ള ആളുകളെ പോലും നമ്മൾ മെച്യൂരിറ്റിക്ക് ആയി എന്നാണ് നമ്മൾ സ്വയം എന്ത് ചെയ്യുന്നത് അവകാശപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള നമ്മൾക്ക് പോലും മൊബൈലിനോട് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ എത്രമാത്രം അഡിക്ഷൻ ആയിട്ടുണ്ട് നമുക്കറിയാം. അപ്പം അതിൻ്റെ ഒരു 10 ഇരട്ടി അല്ലെങ്കിൽ ഒരു 50 ഇരട്ടി നമ്മുടെ കുട്ടികളെ ഈ ചെറിയ കാലഘട്ടം കൊണ്ട് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈലിന് സ്വാധീനിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഒരു 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു സംഭവം നമുക്ക് അടുത്തിടെ ഉണ്ടായതാണ്, അല്ലേ? അത് ഡ്രഗ്സുമായിട്ട് റിലേറ്റഡ് അല്ല, ഞാനത് പറയാനൊരു കാരണമുണ്ട്. വടക്കാഞ്ചേരി റേഞ്ചിൽ തന്നെ ഞങ്ങളുടെ റേഞ്ചിൻ്റെ പരിധിയിലുള്ള ഒരു സ്കൂളിലെ പ്രിൻസിപ്പൾ ഒരു പ്രാവശ്യം എന്നെ വിളിക്കുന്ന സാഹചര്യം ഉണ്ടായി. ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു, +1 കുട്ടികൾ VHSCയിലുള്ള കുട്ടികളെ ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചില വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് +1 കുട്ടികൾ VHSCയിലുള്ള കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾക്കുള്ള പണി ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് ഇവരിങ്ങനെ സ്ലോ മോഷനിൽ നടന്നു പോകുന്ന വീഡിയോ ഇട്ടിരിക്കുകയാണ്. ഏതൊരു സിനിമയുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് BG ഒക്കെ ആക്കി വെച്ചിട്ട് വീഡിയോ ഇട്ടിരിക്കണം. അപ്പം ഇതിന് തിരിച്ച് VHSCക്കാർ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്, പണിത് കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചും പണിയും, കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയത് ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ തിരിച്ച് ഇങ്ങോട്ടൊരു വീഡിയോ ചെയ്തിരിക്കും. അപ്പം ഈ പ്രിൻസിപ്പളിന് ഇതിലൊരു ആകുലത ഉള്ളത് കൊണ്ടും കുറച്ച് സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഒരു ടീച്ചർ ആയതുകൊണ്ടും ടീച്ചർ ഈ വിഷയം, ഞാൻ ഇടയ്ക്ക് ക്ലാസ്സിന് പോകുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് അവതരിപ്പിച്ചു. സാർ, എനിക്കിതിലെന്തോ ഒരു അത്ര സുഖകരമായിട്ട് തോന്നുന്നില്ല. കാരണം ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ചലഞ്ച് ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും അതിൽ കുറച്ച് പേര് ഇത്തിരി പ്രശ്നക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതിൽ എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പോൾ ആക്ച്വലി ഇതൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യേണ്ട കേസാണ്. പക്ഷെ ഞാൻ ടീച്ചറോട് പറഞ്ഞു, എമർജൻസി ആയിട്ടൊരു അസംബ്ലി വിളിക്കുക. തൊട്ടടുത്ത ദിവസം തന്നെ ടീച്ചർ ഒരു അസംബ്ലി വിളിച്ചപ്പോൾ ഞാനിത് കുട്ടികളുമായിട്ടൊരു ഓപ്പൺ അസംബ്ലിയിൽ ഷെയർ ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് എക്സൈസിൻ്റെ ഇൻ്റലിജൻസിനും ചുമ്മാ നമ്മൾ കയ്യിൽ നിന്നിട്ട് പറഞ്ഞതാണ്, അതുപോലെ പോലീസിൻ്റെ സ്പെഷ്യൽ ബ്രാഞ്ചിനും ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ സ്കൂളിലെ ചില വിദ്യാർത്ഥികൾ തങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി മറ്റുള്ള കുട്ടികളെ ചലഞ്ച് ചെയ്ത് പരസ്പരം ഒരു പോർവിളി നടത്തി ഒരു സംഘടന ഉണ്ടാക്കാവുന്ന തരത്തിലേക്കുള്ളൊരു അന്തരീക്ഷം ഇവിടെ ക്രിയേറ്റ് ചെയ്തതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സീരിയസ്നെസ് അറിയോ? ഞാൻ കുട്ടികളോട് ചോദിച്ചു, ഇത്രയേ ഉള്ളൂ. നമ്മളൊരു 20 പേര് ചേർന്ന് ഒരു വഴക്കുണ്ടാകുമ്പോൾ 10ഓ 20ഓ പേര് ചേർന്ന് അപ്പുറത്തുള്ള ഒരു ഗ്യാങ്ങിനെ ആക്രമിക്കാനായിട്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള 20 പേർക്കും ഒരേ മൈൻഡ് ആയിരിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരനെ അല്ലെങ്കിൽ ആ വഴക്കുണ്ടായപ്പോൾ ഓപ്പോസിറ്റുള്ള ആളെ പിടിച്ച് അവൻ്റെ കോളറിൽ പിടിച്ചൊന്ന് വലിക്കാനോ മാക്സിമം മുഖത്തൊരു അടി കൊടുക്കാനൊക്കെയാവും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളുടെ കൂട്ടത്തിൽ ഹൈപ്പറായിട്ടുള്ള കുട്ടികളുണ്ടാവാം, കുറച്ച് അഗ്രസീവായിട്ട് പെരുമാറുന്ന കുട്ടികളുണ്ടാവാം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ ഒരു ആക്രമണത്തിൽ ഈ പറയുന്ന ഓപ്പോസിറ്റ് ടീമിലുള്ള ഒരു കുട്ടി മരണപ്പെട്ടാൽ പത്രത്തിൽ എങ്ങനെയാണ് വാർത്ത വരിക? ഇന്ന കുട്ടി ഇന്ന ആളെ ആക്രമിച്ചു, അങ്ങനെയാണോ വാർത്ത വരിക? സംഘം ചേർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി എന്നാണ് വാർത്ത വരിക, കേസ് വരിക. ആ ടീമിൽ നിങ്ങൾ ഉൾപ്പെടും. അങ്ങനെ നിങ്ങൾ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ശിഷ്ടകാലം ജുവനൈൽ ഹോമിലായിരിക്കും. അതുമാത്രമല്ല, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾ നമ്മൾ കൃത്യമായിട്ട് പോലീസിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യം ഞാൻ അസംബ്ലിയിൽ 10 മിനിറ്റിൽ അവതരിപ്പിച്ചു. ടീച്ചർ പറഞ്ഞു, സാറേ പിന്നെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടിട്ടില്ല. ഈ സംഭവം കഴിഞ്ഞ് കൃത്യം 1.5 മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു കുട്ടീനെ എന്ത് ചെയ്തത്? നഷ്ടപ്പെട്ടത്, അല്ലേ? അപ്പോൾ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ആ സ്കൂളിലത്തെ കാര്യമല്ല പറഞ്ഞത്. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊരു വിദ്യാർത്ഥി മരണപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ പല സ്ഥലങ്ങളിലും കുട്ടികളുടെ ഇടയിൽ അവർ പോലും അറിയാത്ത ഈ ചെറിയ ചെറിയ ഫാൻറ്റസികൾ അല്ലെങ്കിൽ ഒരു അപകടകരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്ത് അതിലൂടെ ശ്രദ്ധ നേടാനുള്ളൊരു പ്രവണത. ചിലപ്പോൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച പോലും സുഹൃത്തായി പരസ്പരം കണ്ടിരുന്ന മുഖത്ത് നോക്കി ചിരിച്ചിരുന്ന ഒരു കുട്ടിയെ അവൻ്റെ തല അടിച്ചു പൊട്ടിക്കുമ്പോൾ പോലും അത് ആളുകൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും ഹാപ്പി എന്ന് വിചാരിക്കുന്ന തരത്തിലേക്ക് കുറച്ച് കുട്ടികൾ, ഞാൻ പറഞ്ഞു വളരെ വിരലിലെണ്ണാവുന്ന കുട്ടികളുടെ കാര്യമാണ് പറയണത്, മാറുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് ഉണ്ടായത്? അല്ലെങ്കിൽ അതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാണ്? അവരെ ഏതെങ്കിലും വ്യക്തികൾ സ്വാധീനിച്ചതാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയ സ്വാധീനിച്ചതാണോ? സിനിമ സ്വാധീനിച്ചതാണോ?
നമുക്ക് പറയാം, വേണമെങ്കിൽ ഒരു പർട്ടിക്കുലർ 1-2 സിനിമകളുടെയൊക്കെ പേരെടുത്തിട്ട് നമുക്ക് പറയാം ആ സിനിമകളൊക്കെ കുട്ടികളെ സ്വാധീനിച്ചിട്ടുണ്ട്, മേ ബി സ്വാധീനിച്ചിട്ടുണ്ടാവാം. പക്ഷെ നമുക്ക് ആ സിനിമ എടുത്ത ആളുകൾക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ? 2.5 മണിക്കൂർ നേരത്തേക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ച് അതിലെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി സംവിധാനം ചെയ്തെടുത്തൊരു സിനിമയാണ്. അത് കണ്ട് സൊസൈറ്റി അതുപോലെ പെരുമാറണമെന്ന് ആ ഡയറക്ടർ എവിടെയും പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് മാത്രം, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് കൈകഴുകാൻ പറ്റില്ല. അപ്പം ഇത്തരം ക്രൈമുകളിൽ ഉൾപ്പെടുന്ന കുട്ടികളുടെ പശ്ചാത്തലം എന്താണെന്ന് നമുക്ക് ആദ്യം അറിയാൻ പറ്റണം. ഞാൻ പറയാൻ കാരണം, സ്കൂളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടുത്തെ ഒരു HM-മായിട്ട് ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ 10 ദിവസമായിട്ടൊരു കുട്ടി സ്കൂളിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ കുട്ടിയുടെ ഉമ്മയെ വിളിച്ചിട്ട് HM പറയണം, നിങ്ങളുടെ മോൻ 10 ദിവസമായിട്ട് സ്കൂളിൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞത് 10 ദിവസമായിട്ട് അവൻ വീട്ടിലും വന്നിട്ടില്ല എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 10 ദിവസമായിട്ട് ഈ കുട്ടി വീട്ടിൽ വരാത്തത് അത്ര വലിയ പ്രശ്നമായിട്ട് ഈ ഉമ്മയ്ക്കും തോന്നിയിട്ടില്ല. എന്നിട്ട് അവിടുത്തെ PTA-യും HM-ഒക്കെ ഈ കുട്ടിയെക്കുറിച്ച് അന്വേഷിച്ച് ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച, ഏതോ ഒരു വിജനമായിട്ട് അധികം ആൾക്കാരൊന്നും താമസിക്കാത്ത ഒരു വാടക ക്വാർട്ടേഴ്സിൽ ഈ 10ാം ക്ലാസ്സുകാരനായിട്ടുള്ള കുട്ടി താമസിക്കുന്നത് അവൻ്റെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഇക്കാക്കയുടെ കൂടെയാണ്, ഏട്ടൻ്റെ കൂടെ. ആ ഇക്കാക്കയുടെ കാര്യം പറഞ്ഞാൽ അയാൾ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോവില്ല. ഈ ഞാൻ പറഞ്ഞ ഈ കൺസേൺഡ് കുട്ടിയും സ്കൂളിൽ പഠിക്കുന്ന അവൻ്റെ കൂട്ടുകാരനും രാത്രി തട്ടുകടയിൽ പോയിട്ട് ജോലി ചെയ്യുന്ന പൈസ കൊണ്ടാണ് ഈ ഇക്കാക്കയ്ക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ആലോചിക്കുക, ഒരു 10ാം ക്ലാസ്സുകാരനായിട്ടുള്ള വിദ്യാർത്ഥി, അത് ആൺകുട്ടിയാണെങ്കിലും തനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരു വ്യക്തിയോടൊപ്പം രാത്രിയിലും പകലും ഇങ്ങനെ ഒരു വിജനമായ ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ ഏതൊക്കെ തരത്തിൽ ആ വിദ്യാർത്ഥി ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്? പെൺകുട്ടികൾ മാത്രമാണോ ഫിസിക്കലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നത്? അങ്ങനെ ഉണ്ടാവും? ഇല്ല. അപ്പം ഈ കുട്ടിക്ക് ചെറിയ പ്രായത്തിൽ അവൻ ചെന്നപ്പെട്ട ഒരു ലോകമുണ്ട്. അവൻ പറഞ്ഞ ഒരു ദിവസം 12 സിഗരറ്റ് വരെ വലിച്ചിട്ടുണ്ടെന്ന് അത്ര ടീച്ചർ എടുത്ത് പറഞ്ഞത്. അപ്പം ഈ ചെറിയ പ്രായത്തിൽ അവന് പരീക്ഷിച്ച് നോക്കാവുന്ന പല സാധനങ്ങളും അവൻ്റെ കയ്യിൽ എത്തപ്പെട്ടിട്ടുണ്ട്. നാളെ ഈ കുട്ടി വലിയൊരു ക്രൈമിൽ വന്ന് പെടുമ്പോൾ നമ്മളെന്താ പറയുക? പുതിയ പിള്ളേർ മൊത്തം പ്രശ്നമാണ് അല്ലേ? ഞങ്ങളുടെ കാലത്തൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, പുതിയ കുട്ടികളാണ് പ്രശ്നം. പക്ഷെ ഇവിടെ ആ പുതിയ കുട്ടിയല്ല പ്രശ്നം. ആരാ പ്രശ്നം ഉണ്ടായിരുന്നത്? അവൻ്റെ പേരൻസ് അല്ലെങ്കിൽ അവൻ്റെ വീട്ടിലെ സാഹചര്യം. എന്തുകൊണ്ട് ഒരു 10ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥിക്ക് അവൻ്റെ വീട്ടിലേക്ക് പോകാൻ തോന്നിയില്ല എന്നുള്ളതിന് കുറേ കാരണങ്ങളുണ്ട്. അത് പലതും ഷെയർ ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഒരു 10 ഇൻസിഡൻറ്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിലൊരു 8 എണ്ണത്തിലെങ്കിലും ഈ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട്, ഞാൻ വീട്ടുകാരെ ഈ ഡ്രഗ്സ് നാട്ടിൽ വന്നതിന് കാരണം ഫാമിലി ശ്രദ്ധിക്കാത്തല്ല എന്നാണ് പറയുന്നത്. അത് നമ്മൾ വേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഇത്തരം ക്രൈമിലേക്ക് എത്തിപ്പെടാനുള്ള ബാക്ക്ഗ്രൗണ്ട്സാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു UP സ്കൂളിൽ ഞാൻ ക്ലാസ്സിലെടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഒരു പാരൻ്റ് പറഞ്ഞത്, UP സ്കൂൾ പറഞ്ഞാൽ നമുക്കറിയാം 7ാം ക്ലാസ് വരെയാണ്, പല വീടുകളിലും കുറച്ച് വീടുകളുടെ പേര് അവർ പറഞ്ഞൊരു എക്സാമ്പിളായിട്ട്, അവിടെ കുട്ടികൾക്ക് പഠിക്കാൻ പോയിട്ട് മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പോലുള്ള സാഹചര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പല കുട്ടികളുടെയും പാരൻസ് രാത്രി മദ്യപിച്ച് വന്ന് വീട്ടിൽ ഭയങ്കര വഴക്കാണ്. അപ്പോൾ ഈ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി കാണുന്നത് അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്കും അവർ തമ്മിലുള്ള പിണക്കങ്ങളും അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഐക്യമില്ലായ്മയും ഒരു ഭീകരാവസ്ഥയാണ് ക്ലാസ് കഴിഞ്ഞ് കുട്ടി വീട്ടിലേക്ക് പോകുമ്പോൾ കാണുന്നത്. അപ്പോൾ ഇവർക്ക് ഈ വീട്ടുകാരോടുള്ള പ്രതിഷേധം ഇവൻ എവിടെയെങ്കിലും പ്രകടിപ്പിക്കണം. അപ്പോൾ അവനതിനൊരു ഷോർട്ട് കട്ട് തേടുകയാണ്. എന്താണ്? എങ്ങനെ ഇവരെ തോൽപ്പിക്കാം. ഇവരെ തോൽപ്പിക്കാൻ വേണ്ടി കുട്ടി എടുക്കുന്ന ഷോർട്ട് കട്ട് പലപ്പോഴും ഈ പറയുന്ന പോലത്തെ ചെറിയ ചെറിയ സ്വഭാവങ്ങളൊക്കെ ഉള്ള ചേട്ടന്മാരുടെ അടുത്ത് പോയിട്ട് ഞാനൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ കുട്ടികളുടെ ഗ്യാങ്ങിലൊന്നും പെട്ട ഒരാളല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ ഇടയിൽ അവൻ പോലും അറിയാതെ ചെന്നുപെടുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്നുള്ള നിലയിൽ നമ്മുടെ നാട്ടിൽ ഇത്തരം സാഹചര്യങ്ങളുള്ള ഏതെങ്കിലും വീടുകളുണ്ടെങ്കിൽ നമുക്കവിടെ കയറി ചെന്ന് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് അല്ലേ? ഇപ്പോൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ വഴക്ക് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ പോക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഉണ്ടാവുക നമുക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷേ നമ്മൾ ആ കുട്ടി ഇങ്ങനെ ഒരു ട്രോമയിൽ നിൽക്കുമ്പോൾ അത്തരം കാര്യങ്ങളിൽ ഇടപെടാതെ നാളെ അവൻ വലിയൊരു കേസിൽ പെടുമ്പോൾ നമ്മൾ ആദ്യം പിടിച്ചിട്ട് കാര്യമില്ല.
അപ്പം നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടിലും അങ്ങനത്തെ കുടുംബങ്ങളുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള മാനസികമായ പീഡനം അനുഭവിക്കുന്ന ആൺകുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? അത് നമ്മൾ ചർച്ച ചെയ്യണം. ഇപ്പോൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർ വന്നിട്ട് 1 കേസ് എടുത്തു, 2 കേസ് എടുത്തു, 3 കേസ് എടുത്തു. ഞങ്ങളുടെ വടക്കാഞ്ചേരി റേഞ്ചിൽ തന്നെ 8 തവണ ഒരു റിമാൻഡിൽ പോയിട്ടുള്ളൊരു മദ്യം വിൽക്കുന്നൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആളെ സംബന്ധിച്ച് ഒരു ഭയം പോയി അല്ലേ? കാരണം നിലവിലുള്ള സെക്ഷൻ വെച്ചിട്ടാണ് നമുക്ക് കേസ് എടുക്കാൻ പറ്റുള്ളൂ. ആൾ വീണ്ടും ഇത് ചെയ്യാണ്. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? വീണ്ടും അയാൾ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് പോയിട്ട് പിടിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ്റെ അപ്പുറത്തേക്ക് അവിടുത്തെ സൊസൈറ്റി ഇതിലെങ്ങനെ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ സൊസൈറ്റിയുടെ ഇടപെടലുകളൊക്കെ ഇത്തരം ആളുകളെ വലിയ രീതിയിൽ സ്വാധീനിക്കും. അതായത് കുറച്ച് അമ്മമാർ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു സ്ഥലത്ത്. അത് പറയുന്നത് അവിടുത്തെ അമ്മമാർ പോയിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടൊരു സമരം എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു തരത്തിലും ഇത് ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിൽ കുറച്ച് സ്ത്രീ അവർ എന്താ പറയുക ലാസ്റ്റ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇടപെട്ടതാണ്. പക്ഷെ ഞാൻ പറയുന്നു, ആ പ്രതിഷേധം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നെങ്കിൽ അവരുടെ ഭർത്താവിനെ ഡി അഡിക്ഷൻ സെൻ്ററിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ലിക്കർ കഴിക്കുന്ന ആളുകൾ ഇപ്പോൾ എവിടെയെങ്കിലും പോയി കഴിക്കുന്നൊക്കെ നമ്മൾ പറയും ഇല്ലേ? പക്ഷെ ലോക്കലി അത് അവൈലബിൾ ആകുമ്പോൾ എന്തുണ്ട്? പ്രശ്നമുണ്ട്. ഇപ്പോൾ പണിക്ക് കാലത്ത് പോവാൻ നിൽക്കുന്ന ഒരാൾക്ക് പണിക്ക് പോകുന്ന സമയത്ത് തന്നെ ഈ സാധനം കിട്ടാനുള്ളൊരു ചാൻസ് ഉള്ളപ്പോൾ അയാൾ അതിലേക്ക് പോകും. ഞാൻ പറഞ്ഞത് നമ്മളുടെ വിഷയം ഡ്രഗ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഡ്രഗ്സിലേക്ക് പോകുന്ന കുട്ടികൾ അതിലേക്ക് എത്താനുള്ള ചില സാഹചര്യങ്ങളിലൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത്തരം ആളുകളെ നമ്മൾ എങ്ങനെ പ്രതിരോധിക്കണം? അത് നമ്മൾ കൂട്ടമായിട്ട് ചർച്ച ചെയ്യുക. ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്നത് ഞാൻ പറഞ്ഞ പോലെ നിലവിലുള്ള നിയമങ്ങൾക്കനുസരിച്ച് അവർക്കെതിരെ നടപടി എടുക്കുക. അതിനനുസരിച്ച് അവരുടെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. ഇപ്പം ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞാൽ കേൾക്കാത്ത കാര്യം അല്ലെങ്കിൽ അനുസരിക്കാൻ പറ്റാത്തൊരു കാര്യം ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പറയുന്ന നമ്മൾ സാമൂഹ്യമായിട്ടുള്ള പല ഇടപെടുന്ന ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനുള്ള സാധ്യത, ഞാൻ ചെറിയ രീതിയിലാണ് പറയുന്നത്, സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ, ഏതെങ്കിലും തരത്തിലുള്ള കുട്ടികൾ, ഞാനത് പറയാൻ കാരണം എന്താണെന്ന് അറിയാം, നമ്മൾ ഡ്രഗ്സിൻ്റെ വിഷയമൊക്കെ നമുക്കിങ്ങനെ കാര്യമായിട്ട് ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ പറയാം, പിടിച്ച കേസുകളുടെ എണ്ണം പറയാം. പക്ഷെ അതിനേക്കാൾ ഉപരി ഞങ്ങൾ പിടിക്കുന്ന കുട്ടികളിൽ ചില കുട്ടികൾ ഇതിൽ എത്തപ്പെടാനുള്ള സാഹചര്യം നേരിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഏരിയയിൽ നമ്മുടെ ഏതെങ്കിലും മക്കൾ വീട്ടിൽ ഇത്രയും വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് ഉടനടി ഒരു പരിഹാരം നമുക്കുണ്ടാക്കാനായിട്ട് സാധിക്കണം. അവരിനി നാളെ വലിയൊരു ക്രൈമിലേക്ക് എത്തപ്പെട്ടിട്ട് അവൻ്റെ അച്ഛൻ ഇങ്ങനെ വെള്ളടിച്ച് നടക്കുന്ന ആളല്ല ഉണ്ടായിരുന്നത്, അവനിങ്ങനെ ആയാലും അത്ഭുതമില്ല എന്നൊക്കെ പറയുന്നതിന് പകരം നമുക്ക് എന്താണ് ആ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ചെറിയ ശ്രമങ്ങൾ നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ചിലപ്പോൾ ആ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. മനസ്സിലായില്ലേ? പലപ്പോഴും ഈ കുട്ടികളുടെ ഉള്ളിലുള്ള ഒരു ഇൻഫീരിയോറിറ്റി ഉണ്ട്. ഇൻഫീരിയോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരുതരം അപകർഷതാബോധം. ഞാൻ മോശക്കാരനാണ്, അല്ലെങ്കിൽ എനിക്ക് പഠിക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, ഇനിയിപ്പോൾ ഒരു കലാപരമായിട്ട് എന്തെങ്കിലും സ്റ്റേജിൽ ചെയ്യണമെങ്കിൽ അതിനുള്ള കഴിവില്ല, സ്പോർട്സിനാണെങ്കിൽ ഞാനൊരു ഇതില്ല, വീട്ടിലെ സാഹചര്യങ്ങളാണെങ്കിൽ ഇങ്ങനെ, അപ്പം ഞാനൊരു പോരാത്തവനാണെന്ന് ഇവനോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെ കവർ ചെയ്യാൻ ഇവൻ ചെയ്യുന്ന പരിപാടി എന്താണ്? ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക, ഇതിനൊക്കെ കവർ ചെയ്ത് നന്നായി പഠിക്കണമെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, വേണ്ടേ? ഇനിയിപ്പോൾ അവനൊരു സുപ്രഭാതത്തിൽ വിചാരിക്കണം ഞാൻ പഠിക്കാൻ മോശമാണ്, ഗ്രൗണ്ടിൽ ഡെയിലി പോയിട്ട് ഓടിയിട്ട് കുറച്ച് ഫിറ്റ്നസ് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒരു സ്പോർട്സ്മാൻ എന്നുള്ള എനിക്ക് അറിയപ്പെടണം, അതിനും കുറച്ച് കഷ്ടപ്പാടുണ്ട്. വേണ്ട, ലൈബ്രറിയിൽ പോയിട്ട് കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് ഒരു വേദിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എനിക്ക് എത്തണം, അതിനും കഷ്ടപ്പാടുണ്ട്. അപ്പോഴാണ് ഇവൻ ഈ ഷോർട്ട് കട്ട് നോക്കുന്നത്. എന്താണ്? ഏതെങ്കിലും മലയുടെ മുകളിൽ പോയി, കുന്നിൻ്റെ മുകളിൽ പോയി, ഒഴിഞ്ഞ സ്ഥലത്ത് പോയി, ഞാൻ നേരത്തെ പറഞ്ഞ ടീംസിൻ്റെ ഒപ്പം ഒരു സിഗരറ്റൊക്കെ വലിക്കുന്ന അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഡ്രഗ്സൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോ എടുത്തിട്ടിട്ട് ഞാൻ മറ്റുള്ള കുട്ടികളുടെ പോലെയല്ല, കുറച്ചുകൂടി ധൈര്യമുള്ള ആളാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ എന്നെ പോലത്തെ കുട്ടികൾക്കേ പറ്റൂ എന്ന് കാണിക്കാൻ വേണ്ടി ഒരു തമാശയ്ക്ക് അല്ലെങ്കിൽ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള തോന്നലിൻ്റെ പേരിൽ തുടങ്ങിയ കുട്ടികളെയാണ് നമ്മളിപ്പോൾ 100 കിലോ 50 കിലോ അല്ലെങ്കിൽ 5 ഗ്രാം 10 ഗ്രാമൊക്കെ ആയിട്ട് പിടിച്ചിട്ടുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ജോലി ചെയ്തിരുന്ന കുന്നംകുളത്താണ്. കുന്നംകുളത്ത് വരെ 4 കുട്ടികളെ ഒരുമിച്ചൊരു സ്ഥലത്തുനിന്ന് കഞ്ചാവ് വലിക്കുന്ന സ്ഥലത്തുനിന്ന് പിടിച്ചു, ഓഫീസിലേക്ക് കൊണ്ടുവന്നു. അതൊരു സ്മോൾ ക്വാണ്ടിറ്റി കേസ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അന്നത്തെ ദിവസം തന്നെ ജാമ്യം കിട്ടി. അപ്പോൾ അതിലൊരു പയ്യൻ പറഞ്ഞു, സാറേ ഇത് ഞങ്ങൾ അത്ര വലിയ പ്രശ്നക്കാരല്ല,
ഞങ്ങളിത് വലിച്ച് ആരെങ്കിലും ഉപദ്രവിക്കുന്നത് സാറ് കണ്ടിട്ടുണ്ടോ? ശരിയാണ്, നമ്മൾ അന്വേഷിച്ചപ്പോൾ നാട്ടിൽ അത്ര ഒരു വയലൻ്റ് മോഡലുള്ള ആളുകളൊന്നുമല്ല. പിന്നെ ഇതൊക്കെ നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ലേ സാറേ, പ്രകൃതിയിലുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അതിനെ നോർമലൈസ് ചെയ്യുന്ന തരത്തിലൊരു സംസാരമാണ് അവരുടെ ഭാഗത്തുണ്ടായത്. കൃത്യം 1.5 വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ വടക്കാഞ്ചേരി റേഞ്ചിലെത്തിയപ്പോൾ പത്രത്തിലൊരു വാർത്ത കാണാൻ, ഡൽഹിയിൽ നിന്ന് വിമാനമാർഗം ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് ആയിട്ടുള്ള MDMA കൊണ്ടുവന്ന കേസിൽ അതിലൊരു കുട്ടി പ്രതിയായി. 1.5 വർഷം കൊണ്ടുണ്ടായ മാറ്റം ഞാൻ പറയാം. ആ ടീം തന്നെ അന്ന് ആ വിമാനത്തിൽ വരുന്നതിൻ്റെ ഒപ്പം തന്നെ കൊറിയറിലും അവരൊരു 100 ഗ്രാമിൻ്റെ മുകളിലേക്ക് സാധനം നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. കൊറിയർ പിടിച്ചതിന് ശേഷമാണ് ഇതാരാണ് അയച്ചതെന്നൊക്കെ ഫോൺ നമ്പറൊക്കെ ട്രേസ് ചെയ്തിട്ടാണ് പോലീസ് ഈ ചെറുപ്പക്കാരെ പിടിച്ചത്. അപ്പം ഇപ്പം ഈ പറയുന്ന നമ്മൾ ഈ കൊലപാതക കേസിൽ പെട്ടിട്ടുള്ള ആളുകളാണെങ്കിലും, അതല്ലെങ്കിൽ വീട്ടുകാരെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആളുകളാണെങ്കിലും, അതല്ലെങ്കിൽ സെൽഫായിട്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിലും, വീട്ടിലൊരു വയലൻറ്റ് മോഡിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും ആദ്യമായിട്ട് ഇത്രയും വലിയ ക്വാണ്ടിറ്റി ഒരുമിച്ച് ഉപയോഗിച്ചിട്ടുള്ള ആളുകളല്ല. നമ്മുടെ നാട്ടിലൊരു ഉത്സവത്തിന്, അല്ലെങ്കിൽ സ്കൂളിലൊരു സെൻഡ് ഓഫ് ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാരോടൊപ്പം ഒരു ടൂറിന് പോയപ്പോൾ ആ കൂട്ടത്തിൽ ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ, കാരണം ഇവർക്ക് നല്ല പേടിയാണ്. ഇപ്പോൾ ലിക്കർ ഉപയോഗിക്കുകയാണെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കുകയാണെങ്കിലും നമുക്കറിയാതെ അത്ര സുഖകരമായിട്ടുള്ള ഒരു പരിപാടി ആണോ? അല്ല. കാരണം ലിക്കറിൻ്റെ ടേസ്റ്റ് ഉപയോഗിച്ച് നോക്കിയവർക്കറിയാം, അത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ നമുക്കറിയാം അല്ലേ. അതുപോലെ ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുള്ള ആൾ കാണിക്കുന്ന വിഭ്രാന്തിയൊക്കെ ഒരു തവണയെങ്കിലും നമ്മുടെ മക്കളൊക്കെ TV-യിലോ സിനിമയിലോ ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ. ഇത് ഉപയോഗിച്ച ആളുകളെ നിരന്തരം പോലീസ് പിടിച്ച് വിലങ്ങ് വെച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വാർത്തകൾ നമ്മുടെ മക്കളും എന്ത് ചെയ്തിട്ടുണ്ട്? വായിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് പിന്നെയും ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ഈ സാധനം ഉപയോഗിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന സാഹചര്യം എന്താണെന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. 90% അതിൻ്റെ പിയർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ട്സ്. ഇപ്പം നമ്മളിൽ തന്നെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഒരാളുകൾ ജീവിതത്തിൽ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ, മദ്യപിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം, ഉണ്ടാവാം. 90% നമ്മളോട് തന്നെ ചോദിക്കുക, ഒരു സുപ്രഭാതത്തിൽ നമ്മളോട് തീരുമാനിച്ചു ഇന്ന് ബീവറേജിൽ അല്ലെങ്കിൽ ബാറിൽ പോയിട്ട് മദ്യം മേടിച്ച് കുടിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ ആരും ഉണ്ടാവില്ല. 90% ഫ്രണ്ട്സ് വിളിച്ചിട്ട് പോയിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മുടെ കുട്ടികളുടെ തലമുറ വന്നപ്പോൾ അവർക്ക് പരീക്ഷിക്കാനായിട്ട് നൂതനമായിട്ടുള്ള സാധനങ്ങൾ കിട്ടി തുടങ്ങി. പിന്നെ നമ്മൾ പറയും പുതിയ തലമുറ മൊത്തം പ്രശ്നക്കാരാണ് അല്ലേ, പുതിയ തലമുറയിലെ കുട്ടികൾ നമ്മളൊന്നും ചിന്തിക്കുന്ന പോലെയല്ല. എന്നാൽ ഞാൻ പറയുന്നത് നേരെ തിരിച്ചാണ്. പുതിയ തലമുറയിലെ കുട്ടികൾക്ക് നമ്മളെക്കാട്ടിലും കൂടുതൽ അവർ നല്ല ഇൻ്റലിജൻ്റ് ആണ്. പിന്നെ സമഭാവനയോടുകൂടി മറ്റുള്ള ആളുകളെ കാണാനുള്ളൊരു മനസ്സുണ്ട്. പക്ഷെ ആ മനസ്സൊക്കെ ഞാൻ പറഞ്ഞവരുണ്ടാക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ രാഷ്ട്രീയ യുവജന സംഘടനകൾക്കും ശാസ്ത്ര സാഹിത്യ പരിഷത്തിനൊക്കെ നല്ല പങ്കുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ, പണ്ടൊരു ആൾ, ഒരു പൊക്കം കുറഞ്ഞ ആൾ നമ്മുടെ നാട്ടിലൊരു സ്റ്റേജിലേക്ക് നടന്നു വരുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും അല്ലേ. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഹൈറ്റ് കുറഞ്ഞ ഒരാൾ നടന്നു പോകുമ്പോൾ അറിയാതൊരു ചിരി ആളുകളുടെ ഭാഗത്തുനിന്ന് വരിക. പുരുഷനായിട്ടുള്ള വ്യക്തി അയാളുടെ നടത്തത്തിൽ ഒരു ചെറിയ സ്ത്രൈണഭാവം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന പേരുകൾ അല്ലേ, പലരെയും മനസ്സിൽ അടക്കി ആ പേര് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മളുടെ മുഖത്തുണ്ടായിരുന്ന എക്സ്പ്രഷൻ. എന്നാൽ ഇന്ന് ഒരാളെ അവരുടെ എന്താണ് അയാളുടെ യഥാർത്ഥ വ്യക്തിത്വം അതിനനുസരിച്ച് അതേ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ മക്കൾക്ക് പറ്റുന്നുണ്ട്, പുതിയ തലമുറയ്ക്ക് പറ്റുന്നുണ്ട്. അവരാരോടും ജാതി ചോദിക്കാറില്ല, മതം ചോദിക്കാറില്ല. അവരെ ഫ്രണ്ട്ഷിപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ സ്കൂളിൽ തന്നെ തൻ്റെ സഹപാഠിക്ക് അവൻ്റെ കുടുംബത്തിന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ തിരിച്ച് സഹായിക്കാൻ, അതിനുവേണ്ടി പിരിവെടുക്കാനൊക്കെ മനസ്സ് കാണിക്കുന്ന മക്കളാണ് നമ്മുടെ. നമ്മൾ ഈ സാമാന്യവൽക്കരിച്ച് പുതിയ തലമുറ ഭീകരരാന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മുടെ കാലത്ത് എങ്ങനെയാണ് ചില ക്രൈമുകളിൽ കുട്ടികൾ ചെന്നപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ കുട്ടികളും ചെന്നപ്പെട്ടിട്ടുള്ളത്. ചെറിയൊരു പ്രശ്നം പറ്റിയതെന്ന് വെച്ചാൽ അതിനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും അവർക്ക് കൂടുതൽ കിട്ടി എന്നുള്ളതാണ്. അതിലെ ഏറ്റവും വലിയ വില്ലനാണ് ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡിന് ശേഷം വന്നിട്ടുള്ള മൊബൈലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്. അതായത് ഒരു ഡ്രഗ്സ് എൻ്റെ കയ്യിലുണ്ട്, നീ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അറിയിക്കണമെങ്കിൽ, പണ്ടാണെങ്കിൽ എങ്ങനെ നമ്മൾ അറിയിക്കുക? പണ്ട് നമുക്കൊരു ഇൻസിഡൻറ്റ് വേറൊരാളെ അറിയിക്കണമെങ്കിൽ എത്ര ദിവസം എടുക്കും? വേണ്ട, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് അവൻ്റെ ഉള്ളിലുള്ള പ്രണയം തുറന്ന് പറഞ്ഞ് അതിനൊരു മറുപടി കിട്ടണമെങ്കിൽ എത്ര കാലം എടുക്കും? വലിയൊരു കാലയളവ് എടുക്കും അല്ലേ. ഇന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നമുക്ക് അപ്പം തന്നെ അറിയാം കാര്യങ്ങൾ. നമ്മൾ അയക്കുന്ന മെസ്സേജ്, ഇപ്പോൾ ഗൾഫിലേക്ക് ഒരു ലെറ്റർ അയച്ചിട്ട് 15 ദിവസം ക്ഷമയോടെ കാത്തിരുന്ന
ആളുകൾക്ക് ഇന്ന് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് അതൊരു 5 സെക്കൻഡ് സെൻഡ് ആവാതെ ഇങ്ങനെ കിടന്ന് കറങ്ങലില്ല പോലെ ആ എയറോ ഇങ്ങനെ നിൽക്കും. 5 സെക്കൻഡ് പോവാതിരുന്നാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രഷർ, അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രശ്നമാണ്. ഇനി നമുക്കതൊന്ന് ഒളിച്ചോടാനോ മൊബൈൽ എന്ന യാഥാർത്ഥ്യത്തിനെ നമുക്ക് മറച്ചു വയ്ക്കാനോ ഉപയോഗിക്കാതിരിക്കാനോ പറ്റില്ല. കാരണം നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളുടെ കയ്യിലേക്ക് എന്ത് വെച്ചു കൊടുത്തത്? മൊബൈൽ വെച്ചു കൊടുത്തത്, അല്ലേ? കാരണം പഠനത്തിൻ്റെ ആവശ്യത്തിന് അത് അത്യാവശ്യമായിരുന്നു. പക്ഷെ പ്രോപ്പറായിട്ട് അവരുടെ പഠനത്തിന് മാത്രമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നതെന്ന് നമുക്ക് പല സമയത്തും നോക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അവരതിൻ്റെ മറ്റ് സാധ്യതകൾ തേടി ഇന്ന് ഇത്തരം ചീത്ത കാര്യങ്ങളിലേക്ക് പോവാൻ, അത് ആക്സസ് ചെയ്യാൻ അവർക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മീഡിയ ആയിട്ട് മൊബൈൽ മാറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം, നമ്മൾ വടക്കാഞ്ചേരി വെച്ചിട്ട് തന്നെ ഒരു പയ്യനെ ഒരു പ്രാവശ്യം ഈ പറഞ്ഞ പോലെ ചെറിയൊരു ക്വാണ്ടിറ്റി ഡ്രഗായിട്ട് പിടിച്ചു. ഈ പറഞ്ഞ സിന്തറ്റിക് ഡ്രഗ് ഒന്നല്ല, സ്മോക്കിംഗ് ടൈപ്പ് ഒരു സാധനം. ഈ പയ്യനെ ഇത് പിടിച്ച് നമ്മൾ ഓഫീസിൽ ചെന്നപ്പോൾ നമ്മളൊരു സാധാരണ ഒരു ബോഡി സെർച്ച് ചെയ്യാറുണ്ട്. 2 കാര്യത്തിനാണ്. ഒന്ന്, പിടിച്ചതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും സാധനങ്ങൾ ബോഡിയിൽ ഉണ്ടോ നോക്കാൻ. പിന്നെ ഇവൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് 2 എടുക്കണം. അപ്പോൾ ചെറിയ പെറ്റി കേസാണെങ്കിൽ പോലും നമ്മൾ ഓഫീസിൽ നിന്ന് ബെയിൽ കൊടുക്കാവുന്ന കേസാണെങ്കിലും അറസ്റ്റ് മെമ്മോ ഒക്കെ തയ്യാറാക്കുമ്പോൾ 2 ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ ഈ പയ്യൻ്റെ ഷർട്ടൊന്ന് അഴിക്കാൻ പറഞ്ഞു. കാരണം കയ്യിലൊന്നും നമുക്ക് പെട്ടെന്ന് കാക്കപ്പുള്ളിയൊന്നും കാണാൻ പറ്റില്ല. ഷർട്ട് അഴിച്ചപ്പോഴാണ് നമുക്ക് ഇവൻ്റെ കൈമുട്ട് മുതൽ ഈ റിസ്റ്റ് വരെ ബ്ലേഡ് കൊണ്ട് ചെറുതായിട്ട് വരച്ച പാടുണ്ട്. ഇത് കൂടാതെ ചെസ്റ്റിൽ ഇങ്ങനെ ഇട്ട പോലെ ബ്ലേഡ് കൊണ്ട് വരച്ച വേറെ 2 പാടുകളുണ്ട്. അത്ര ഡീപ്പായിട്ടുള്ളതല്ല, കാരണം ഡീപ്പായിട്ട് വരച്ചു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് മരിക്കുന്നൊക്കെ അറിയാനുള്ള ബുദ്ധിയൊക്കെ അവനുണ്ട്. പക്ഷെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. നമ്മൾ ഈ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഈ 21 വയസ്സുകാരൻ ഈ ചെറിയ പ്രായത്തിൻ്റെ ഉള്ളിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ പറയുന്ന ഡ്രഗ്സ് അല്ലാതെ ബാക്കിയൊക്കെ ഈ ചെറിയ പ്രായത്തിൻ്റെ ഉള്ളിൽ പരീക്ഷ നോക്കിയിട്ടുണ്ട്. നമ്മൾ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സാറേ ഇത് ഡ്രഗ്സ് എനിക്ക് കിട്ടാത്ത സമയത്തുള്ള വിഭ്രാന്തിയിൽ ഞാൻ ചെയ്തോന്നല്ല. ആ കുട്ടി ഒരു ഇസ്ലാം മത വിശ്വാസിയായിരുന്നു. അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എൻ്റെ ദേഹത്ത് ചെകുത്താൻ കയറുന്നതാണ്. അതിനവന് വേറൊരു വാക്കൊക്കെ പറഞ്ഞു, ഷിഹറോ അങ്ങനെ എന്തൊരു വാക്കൊക്കെ പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അതായത് ആ കാര്യത്തിനെ പോലും അവൻ മതപരമായ കാര്യങ്ങളുമായി കണക്ട് ചെയ്തിട്ട് സമർത്ഥമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. പക്ഷെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, സാറേ അല്ല, എനിക്ക് ചിലപ്പോഴൊക്കെ ഇത് കിട്ടാത്ത സമയത്ത് പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അവനൊരു ഇഷ്ടപ്പെട്ട പെൺകുട്ടി ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ആദ്യം പറഞ്ഞത്. ഇനിയിപ്പോൾ സംഭവം ഇതൊന്നുമല്ല, നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതൊന്നുമല്ല. നമ്മൾ ഈ ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടൊരു കോള് വരുന്നു. കോള് വരുമ്പോൾ അവനൊരു പേടിയാണ്. അവൻ വേഗം അതെടുത്ത് കട്ട് ചെയ്ത് താഴെ വയ്ക്കണം. 2-3 പ്രാവശ്യമായപ്പോൾ നമുക്ക് സംശയമായി. നമ്മൾ വിചാരിച്ചത് ഒന്നുകിൽ ഇവൻ്റെ അടുത്ത് സാധനം വാങ്ങിക്കുന്ന കസ്റ്റമർ വേറെ ഏതെങ്കിലും പിള്ളേരായിരിക്കും, അല്ലെങ്കിൽ ഇവൻ ഈ സാധനം എത്തിച്ചു കൊടുക്കുന്ന ആളായിരിക്കും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു വിചാരിച്ച് നമ്മൾ അടുത്ത കേസിലേക്കുള്ള ഒരു വഴിയാണെന്നുള്ള നിലയ്ക്ക് മൊബൈൽ വാങ്ങി പരിശോധിക്കാം. അപ്പോൾ അവൻ ആദ്യം പറഞ്ഞില്ല ആരാണ്. തുടർച്ചയായിട്ട് ഞങ്ങൾ സൈബറിന് നമ്പർ കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സാറേ എൻ്റെ ഗേൾ ഫ്രണ്ടാണ്. ആരാണ് ഗേൾ ഫ്രണ്ട്? ആ ഞങ്ങളുടെ റേഞ്ചിൻ്റെ പരിധിയിൽ തന്നെ പെട്ട ഒരു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിട്ടുള്ള SPC കേഡറ്റാണ്. അതാണ് ഏറ്റവും വലിയ തമാശ. SPC കുട്ടികൾക്കാണ് ഞങ്ങൾ ഇത്തരം സെഷൻസൊക്കെ ഏറ്റവും കൂടുതൽ കൊടുക്കാറുള്ളത്. കാരണം അവരൊരു യൂണിഫോം ഡിസിപ്ലിൻഡ് ഫോഴ്സിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ അവയർനെസ് കുറച്ച് കൂടുതൽ നമ്മൾ കൊടുക്കാറുണ്ട്. നമുക്കറിയാം, ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയെ ഒരു 20 വയസ്സുകാരൻ 21 വയസ്സുകാരൻ ഫോണിൽ ബന്ധപ്പെടുന്നത് ഈ കാലഘട്ടത്തിൽ അത്ര വലിയൊരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമൊന്നുമല്ല, അല്ലേ? അവൻ്റെ സുഹൃത്തിനെ അവന് വിളിക്കാം, സംസാരിക്കാം, അങ്ങനെയല്ലേ? പക്ഷെ നമ്മുടെ ഈ ചെറുപ്പക്കാരൻ്റെ കാര്യത്തിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്താ അത്? ഡ്രഗ്സ് കിട്ടാത്ത സമയത്ത് ബ്ലേഡ് ഉപയോഗിച്ച് സ്വന്തം ശരീരം പോലും മുറിവേൽപ്പിക്കാൻ മടിയില്ലാത്തൊരു ചെറുപ്പക്കാരൻ. നാളെ ഈ പെൺകുട്ടി അറിയാണ് ഇവനെ എക്സൈസ് അന്വേഷിച്ച് വരുന്നുണ്ട്, പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്, ഇവൻ കുറച്ച് എക്സെൻട്രിക് ആണ്, ഇവൻ്റെ കൂടെ ലൈഫ് അല്ലെങ്കിൽ ഇവൻ്റോടുള്ള ഈ സൗഹൃദം നിലനിർത്തുന്നത് അപകടമാണെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടി ഒരു സുപ്രഭാതത്തിൽ പറയാണ്, ചേട്ടാ നമുക്കിത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം, ലെറ്റ് സ്റ്റോപ്പ് ഇറ്റ്, നമുക്കിത് കണ്ടിന്യൂ ചെയ്യേണ്ട, ഞാൻ ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അവൻ പറയും, കുഴപ്പമില്ല മോളെ, നമുക്ക് ഇവിടെ വെച്ചിട്ട് പിരിയാന്ന് പറയും. അങ്ങനെയാണോ? അല്ല. അപ്പോഴാണ് നമ്മൾ പത്രത്തിൽ കാണുന്ന വാർത്ത വരിക. ഏത്? പ്രണയം നിരസിച്ച വിദ്യാർത്ഥിനിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കാരണം ഈ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് ഇവൻ്റെ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം തുടങ്ങിയതിന് ശേഷം വീട്ടിൽ ഒരിക്കലും ഡ്രഗ്സ് ഉപയോഗിച്ച് 1-2 തവണ പിടിക്കപ്പെട്ട ഒരു ആൾക്ക് ഒരു സപ്പോർട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സൊസൈറ്റിയിൽ നിന്നാണെങ്കിലും ഇവൻ മെല്ലെ മെല്ലെ ഇങ്ങനെ
അകന്നു തുടങ്ങി. ആകെ സൗഹൃദമുള്ളത് ഈ ഡ്രഗ്സ് വിൽക്കുന്ന അപൂർവം ചേട്ടന്മാരായിട്ട് മാത്രമാണ്. അവസാന അത്താണി എന്നുള്ള നിലയ്ക്ക് ഇവന് കിട്ടിയതാണ് ഈ 10ാം ക്ലാസ്സുകാരിയായിട്ടുള്ള സൗഹൃദം. ആ കുട്ടി കൂടി നാളെ പറയുകയാണ് എന്ത്, എനിക്ക് റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം. അപ്പോൾ അവൻ ഇങ്ങനെ ഡബിൾ മൈൻഡ് ആവും. എന്ത് ചെയ്യണം, ഇവളെ കൂടി ഇല്ലാതേക്ക് ഞാൻ സ്വയം ഇല്ലാതെയാവല്ലേ നല്ലത് എന്നൊക്കെ തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൊബൈലിൻ്റെ ഉപയോഗം സേഫാണോ സേഫ് അല്ലേ എന്ന് പറയുന്നത്. ഇനി ഈ കുട്ടിയുടെ കാര്യത്തിൽ വേറൊരു പ്രശ്നമുണ്ട്. അതായത് ഈ കുട്ടിയുടെ അമ്മയുടെ ഫോണിൽ നിന്ന് മുമ്പ് ഈ ചെറുപ്പക്കാരനെ വിളിച്ചത് അമ്മ കണ്ടുപിടിച്ച് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ആ സ്കൂളിലെ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെട്ടപ്പോഴാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ തവണ ഈ ചെറുപ്പക്കാരനെ കോൺടാക്ട് ചെയ്ത് അമ്മയുടെ ഫോണിൽ നിന്നല്ല, ആരുടെ ഫോണിൽ നിന്നാണ്? അമ്മയുടെ ഫോണിൽ നിന്നാണ്, ഉമ്മുമ്മാൻ്റെ ഫോണിൽ നിന്ന്. അത് ഈ അമ്മ അറിഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞ കുട്ടികൾ ഏതൊക്കെ തരത്തിൽ മൊബൈൽ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ടെക്നോളജി എത്രമാത്രം ഉണ്ടെന്നൊക്കെ നമ്മളെക്കാൾ എത്രയോ കൂടുതൽ അറിവ് നമ്മുടെ മക്കൾക്കുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വെക്കേഷൻ ടൈമാണ് വരാൻ പോകണം അല്ലേ? വെക്കേഷൻ ടൈം നമുക്ക് പഠനകാലത്തിനെ അപേക്ഷിച്ചിട്ട് ഫ്രീ ടൈം കൂടുതൽ കിട്ടും. അപ്പം നമ്മൾ അവരുടെ സ്ക്രീൻ ടൈം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കും. ഇവിടെ കുട്ടികൾ ഇരിക്കേണ്ട എന്നോട് ദേഷ്യം തോന്നരുത്. അതായത് മൊബൈലിൻ്റെ ഉപയോഗം എന്നുള്ളത് അത് നമ്മുടെ മറ്റുള്ള എന്താ പറയുക, നമ്മളൊരു കാർ ഉപയോഗിക്കുന്നത് പോലെ, നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി ഉള്ള പോലെ, മറ്റെല്ലാം ഉള്ള പോലെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സാധനമായിട്ട് എന്ത് മാറിയിട്ടുണ്ട്? മൊബൈൽ മാറിയിട്ടുണ്ട്. നമ്മളിൽ പലരും ഇലക്ട്രിസിറ്റി ബില്ലടയ്ക്കാൻ പോയിരുന്നത് കുടുംബശ്രീയുടെ ഒരു ചേച്ചിയുടെ അടുത്ത് കൊടുത്തായിരിക്കും അല്ലേ? അല്ലെങ്കിൽ വീടിൻ്റെ അടുത്ത് ഒരു ചേച്ചിയുടെ അടുത്ത് കൊടുത്തായിരിക്കും. അതിനാ ചേച്ചിക്ക് ഒരു 5 രൂപ കൊടുക്കും, 10 രൂപ കൊടുക്കും. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അല്ലേ? നമ്മളിൽ പലരും, എൻ്റെ അമ്മയൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നിട്ട് KSEBിയുടെ ബില്ല് അടയ്ക്കാം, ഗ്യാസ് ബുക്ക് ചെയ്യാം. ഇനി ഒരു കടയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പേഴ്സ് എടുക്കാൻ മറന്നാലും നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കടക്കാരന് പൈസ ഗൂഗിൾ പേ വഴി കൊടുക്കാം. ഇതേ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ കുട്ടികൾ നേരത്തെ അരവിയേട്ടൻ പറഞ്ഞ പോലെ ഡ്രഗ്സ് ഓർഡർ ചെയ്യുന്നത്. ഇനി ഇതിലും മിടുക്കരായിട്ടുള്ള ആളുകളുണ്ട്. ഡാർക്ക് വെബ് എന്നൊക്കെ പറയണം. എനിക്ക് അതിൻ്റെ കൂടുതൽ സാങ്കേതിക വശങ്ങൾ എനിക്കറിയില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ഇല്ലേ, അതിന് പാരലായിട്ട് നമുക്കൊന്നും പെട്ടെന്ന് പോലീസിനോ നമുക്കോ ആക്സസ് ചെയ്യാൻ പറ്റാതെ ഇതിന് സമാന്തരമായി, നമ്മൾ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് എന്നൊക്കെ പറയണ പോലെ ഇതിന് സമാന്തരമായിട്ട് ഡാർക്ക് വെബ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റിൻ്റെ ഒരു മേഖലയുണ്ട്. അതിലെന്താണ് ഓർഡർ ചെയ്യുന്നത്, എന്താണ് ലഭിക്കുന്നത് എന്നൊക്കെ ഈ രഹസ്യ പാസ്വേഡ് വെച്ച് ആ ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമാണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കൊച്ചിയിൽ നിന്ന്, കേരളത്തിൽ നിന്നൊരു പയ്യൻ ഫ്രാൻസിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രഗ് ഡാർക്ക് വെബ് വഴി കൊറിയറിൽ ഓർഡർ ചെയ്ത് വരുത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കേരള പോലീസിൽ ചുണക്കുട്ടികളും മിടുക്കന്മാരായിട്ടുള്ള ആളുകളുള്ള കാരണം അവരതും കണ്ടുപിടിച്ച ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. അപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മുടെ മക്കൾ മൊബൈൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ പ്രസൻസിലാണെന്ന് ഉറപ്പുവരുത്തുക. എന്താ ഞാൻ പറഞ്ഞത്? നമ്മുടെ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അവർ മൊബൈൽ ഉപയോഗിക്കുന്നത്, ഞാൻ പറഞ്ഞ ഒരു 18-ൽ താഴെയുള്ള ആളുകളുടെ കാര്യമായിട്ടോ പറയണത്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ ഇൻഡിപെൻഡൻ്റ് ആയി എന്നൊക്കെയാണ് നമ്മൾ പറയുക. പേരൻസ് ആയിട്ടുള്ള നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മുടെ മക്കൾ അങ്ങനെയാണ് ചിന്തിച്ചു തുടങ്ങുന്നത്. ഞാൻ ഒരു ന്യൂ ജനറേഷൻ വലിയ പ്രശ്നക്കാരല്ല എന്ന് പറയുമ്പോഴും അവരുടെ ഇടയിലുള്ള പുതിയൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛനും അമ്മയ്ക്കും ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്തു തോന്നും എന്നുള്ളത് മാറിയിട്ട് എൻ്റെ കൂട്ടുകാരെന്താണ് വിചാരിക്കുക എന്നുള്ളൊരവസ്ഥയിലേക്ക് അവർ എത്തിപ്പെട്ടിട്ടുണ്ട്. അതിൽ കുറച്ച് അപകടങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് പ്രിഫറൻസ് ആർക്കല്ല? പേരൻസിനല്ല എന്നുള്ളത്. അത് അവർ പോലും അറിയാതെ സംഭവിച്ചതാണ്. അത് ഞാൻ പറയാൻ കാരണം, എന്നോടൊരു സ്കൂളിലെ അധ്യാപിക പറഞ്ഞതാണ്, ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപിക പറഞ്ഞതാണ്, അവരുടെ മകൾ അതുവരെ പഠിച്ചിരുന്ന സ്കൂളിൽ നിന്ന് പഠനത്തിൻ്റെ സൗകര്യാർത്ഥം ആ കുട്ടിയെ വേറൊരു സ്കൂളിലേക്ക് മാറ്റി അവിടെ ചെന്ന് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഈ കുട്ടിയുടെ ചേച്ചിയുടെ കൂട്ടുകാരികൾ പറഞ്ഞിട്ടാണ് അറിയുന്നത് ഈ കുട്ടിക്ക് ഇൻസ്റ്റഗ്രാമിൽ എന്തുണ്ട്, ഒരു അക്കൗണ്ട് ഉണ്ട്. ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് എടുക്കുന്ന അത്ര ഭീകര സംഭവം ഒന്നുമല്ല കേട്ടോ, ആർക്കും കുട്ടികൾക്കും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ചേച്ചി നോക്കുമ്പോൾ ചേച്ചി ഇത് അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നോക്കുമ്പോൾ ആരെ കാണാനില്ല? ഈ അനിയത്തിനെ കാണാൻ, അല്ലെങ്കിൽ ചേച്ചിക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ചേച്ചീനെ ബ്ലോക്ക് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചു ഈ മോളുടെ അടുത്ത്. അപ്പോൾ പറഞ്ഞ കൂട്ടുകാരികൾ പറഞ്ഞതാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള പ്രൈവസി ഉണ്ട്, അതുകൊണ്ട് നീ നിൻ്റെ ചേച്ചീനെ ബ്ലോക്ക് ചെയ്തോ.
ഇപ്പം എന്തിനാ ചേച്ചീനെ ബ്ലോക്ക് ചെയ്യുന്നത് വെച്ചപ്പോൾ അവർ ക്ലാസ്സിൽ ബോയ്സായിട്ട് സംസാരിക്കുന്നുണ്ട്, പിന്നെ പുറമേ നിന്ന് അവർ പരിചയപ്പെട്ട ചില ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ യൂസ് ചെയ്യുന്ന പല ലാംഗ്വേജുകളൊക്കെ കണ്ടപ്പോൾ ഇവർ ഞെട്ടിപ്പോയി എന്നാണ് പറയണത്. അതായത് പറയുന്ന വാക്കുകൾ ഇപ്പോൾ പുതിയ കുറേ ലാംഗ്വേജുകൾ നമ്മൾ വൈബൊക്കെ പറയുന്ന പോലെ അഗ്ലി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും അവരുടെ മോള് അതുവരെ സംസാരിച്ച് കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഈ ആൺകുട്ടികളെ സംബോധന ചെയ്യുക, അവരോട് സംസാരിക്കുന്ന രീതിയിലുള്ള ശൈലി മാറി. അപ്പോൾ ഈ കുട്ടി ഒരു പാവം കുട്ടിയാണ് ബേസിക്കലി. ഇപ്പോൾ ഇവളോട് ചോദിച്ചു മോളെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇതൊക്കെ ഒരു തെറി പോലത്തെ വാക്കുകളല്ലേ, നമ്മളൊന്നത് വീട്ടിൽ പോലും ഉപയോഗിച്ച് കണ്ടിട്ടില്ലല്ലോ എന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, കൂട്ടുകാരികൾ പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞാലാണ് നമ്മളൊരു വേറെ റേഞ്ച് ടീമായിട്ട് ബോയ്സിന് തോന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ പാൽക്കുപ്പികൾ എന്നൊക്കെ വിളിക്കും, അമൂൽ ബേബി എന്നൊക്കെ വിളിച്ച് കളിയാക്കുന്നു പറഞ്ഞു. അപ്പം ആ കുട്ടിക്ക് ഈ കൂട്ടുകാരികൾ പറഞ്ഞപ്പോൾ ഒരു ഡബിൾ മൈൻഡായി, ഇതിലേതാണ് ശരി. ഇത് തന്നെയാണ് നമ്മുടെ ബോയ്സിനും സംഭവിക്കണം. ബോയ്സിന് പറഞ്ഞാൽ നമ്മളടക്കമുള്ള ആളുകൾക്ക്. നമ്മുടെ പല കുട്ടികളും ഔട്ട് ഓഫ് സ്റ്റേറ്റ്, ഇപ്പോൾ ഇന്ന് പോലും ഓഫീസിൽ അങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടേ ഉള്ളൂ. ഔട്ട് ഓഫ് സ്റ്റേറ്റ് പഠിക്കാൻ പോകുന്ന ഒരു 10th കഴിഞ്ഞ് +2 വരെ ഇവിടെ പഠിച്ച് +2 കഴിഞ്ഞാൽ നമ്മുടെ കുന്നംകുളത്തും വടക്കാഞ്ചേരിയിലും തൃശ്ശൂരിലും ഉള്ള കോഴ്സാണെങ്കിൽ പോലും ചില കുട്ടികൾക്ക് അത് എവിടെ പോയിട്ട് തന്നെ പഠിക്കണം, ബാംഗ്ലൂർ പോയിട്ട് പഠിക്കണം, കൊടൈക്കനാൽ പോയിട്ട് പഠിക്കണം. ചില ആളുകൾ ചിരിക്കുന്നുണ്ട് അല്ലേ. ഞാൻ പറയണത് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോയിട്ട് പഠിക്കുന്ന എല്ലാ കുട്ടികളും പ്രശ്നക്കാരാണോ? അങ്ങനെ ഉണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മളുടെ അവിടുന്ന് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ചെന്നൈയിലും ബാംഗ്ലൂരൊക്കെ പോയിട്ട് പഠിച്ച് അവരുടെ അക്കാദമിക് ആയിട്ടുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് വന്നിട്ടുള്ള നിരവധി കുട്ടികളുണ്ട്. പക്ഷെ ഇതിൽ തന്നെ ഇപ്പോൾ പോലീസിൻ്റെ എക്സൈസിൻ്റെയും കണക്കനുസരിച്ച് ഒരു 20 പേര് ഔട്ട് ഓഫ് സ്റ്റേറ്റ് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഏറ്റവും മിനിമം ഒരു 5 പേര്, ഇപ്പോൾ ലാസ്റ്റ് വടക്കാഞ്ചേരിയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ളൊരു കൊലപാതകത്തിൻ്റെ പിന്നാമ്പറ പശ്ചാത്തലങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അതിൽ പെട്ട ഒരാൾ പോലും പണ്ട് ഇതുപോലെ പഠിക്കാൻ പോയിട്ട് ഡ്രഗ്സിൽ പോയിട്ടുള്ള ഒരാളാണ്. ഞാൻ പറഞ്ഞു വന്നത് 10 കുട്ടികൾ ഔട്ട് ഓഫ് സ്റ്റേറ്റ് പഠിക്കാൻ പോയിട്ട് വരുമ്പോൾ അതിലൊരു 3ഓ 4ഓ പേരെങ്കിലും ഫുള്ളി ഡ്രഗ്സിന് അഡിക്റ്റഡ് ആയിട്ട് വരുന്നൊരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം നിങ്ങളുടെ മകൻ +2 കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയാണ്, ചില കുട്ടികൾ ചെയ്യുന്ന കോഴ്സ് ഏതൊക്കെ അറിയാം? BBA. ഞാൻ മോശം കോഴ്സാണല്ലോ പറയും. ഈ BBA എവിടെയുണ്ട്? ഏറ്റവും ബെസ്റ്റായിട്ട് പഠിപ്പിക്കുന്ന അക്കാദമികൾ നമ്മുടെ തൃശ്ശൂരുണ്ട്. അപ്പോൾ അവർ പറയണത് അവിടെ പ്ലേസ്മെൻ്റ് ഇല്ല. ബാംഗ്ലൂർ ആകുമ്പോൾ പഠിച്ചിറങ്ങിയ വഴിക്ക് തന്നെ അവർ ജോബ് ഓഫർ ചെയ്യുന്നുണ്ട്, മേ ബി ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ബാംഗ്ലൂർ തൻ്റെ മകൻ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഈ പാരൻറ്റിന് അറിയില്ല. ഒരു രക്ഷിതാവിനോട് ചോദിച്ചു മകൻ എവിടെ പഠിക്കുന്നത്, കോളേജിൻ്റെ പേർക്ക് അവർക്ക് അറിയാം. ഇപ്പം എവിടെയാണ് മോൻ താമസിക്കുന്നത്, ഹോം സ്റ്റേ ആണെന്ന് അറിയാം. ആ ഹോം സ്റ്റേ ഈ അച്ഛനും അമ്മയും കണ്ടിട്ടില്ല. അച്ഛൻ ഗൾഫിൽ നിന്ന് അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കണോ, അമ്മ അത് മോൻ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് മോൻ അയച്ചു കൊടുക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്ര സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്ന പോലെയല്ല പല സ്റ്റേറ്റുകളിലും ഡ്രഗ്സിൻ്റെ വിപണനവും കൈമാറ്റവും ഒന്നും. അപ്പം ഞാൻ ഈ ക്ലാസ് ചിലപ്പോൾ ബാംഗ്ലൂർ ഏതെങ്കിലും ഒരു IT ഒരു അക്കാദമിയിലൊക്കെ പോയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ കുറേ ചിരിച്ച മുഖങ്ങൾ അവിടെ അങ്ങനെ കാണാൻ ചിലപ്പോൾ ഇയാൾ എന്തൊക്കെ മണ്ടത്തര പറയണമെന്നുള്ള മട്ടിൽ. കാരണം പല സ്ഥലത്തും ഇതിനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്തിട്ട് നോർമലൈസ് ചെയ്യാന്ന് പറയും. നമ്മൾ എന്താ നോർമലൈസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇത് സാധാരണ ആണ് എന്നുള്ള തരത്തിലേക്ക് ഇതിനെ ആക്കുക. അപ്പോൾ നിങ്ങളുടെ മകൻ ഉൾപ്പെടുന്ന ഒരു 5 പേര് ഒരു ഹോം സ്റ്റേയിൽ താമസിക്കുകയാണ്. 3 പേര് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മകനും കൂട്ടുകാരനും യൂസ് ചെയ്യുന്നില്ല എന്ന് വെക്കുക. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മകൻ പഠനത്തിനൊന്ന് പുറകോട്ട് പോയി, അല്ലെങ്കിൽ അവന് വലിയൊരു ഷോക്ക് അവൻ്റെ ലൈഫിലുണ്ടായി. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ 10th പഠിക്കുന്ന ഒരു ആൺകുട്ടി അവൻ്റെ കയ്യിൽ ബ്ലേഡ് കൊണ്ട് വരച്ചിരിക്കുന്നു. നോക്കുമ്പോൾ എന്ന് വെച്ചാൽ അവൻ്റെ കൂട്ടുകാരി തേച്ചിട്ട് പോയി എന്നാണ് അവൻ പറഞ്ഞത്. അതായത് ഇഷ്ടമായിരുന്നു ഇഷ്ടമല്ല എന്ന് പറഞ്ഞതിന് കയ്യിലൊരു വര, നോക്കുമ്പോൾ വേറൊരുത്തൻ്റെ കയ്യിൽ 4-5 വര ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഊഹിക്കാമല്ലോ, അവന് തന്നെ പണി. അപ്പോൾ ഞാൻ പറയണത് ഇതൊക്കെ ഈ ഇഷ്ടവും പ്രണയമൊക്കെ നമ്മുടെ കുട്ടിക്കാലത്തും ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ കുട്ടിക്കാലത്ത് ഇതുപോലുള്ള ആക്രമണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. പക്ഷെ ഇപ്പം എന്താ അവസ്ഥ വെച്ചാൽ ഇവർക്ക് ഇതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഇപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി യൂസ് ചെയ്യുന്ന ഒരു വാക്ക് എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ UP പോയി എന്ന് പറഞ്ഞില്ലേ, UP ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അടുത്തൊരു ടീച്ചർ പറഞ്ഞത്, കുട്ടികൾ സംസാരിക്കുന്നത് ടീച്ചർ യാദൃശ്ചികമായിട്ട് കേട്ടു. കുട്ടി അപ്പോൾ ഈ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലത്തെ കുട്ടി മറ്റേ കുട്ടിയോട് പറയുകയാണ് ഞാനും അവനും ബ്രേക്കപ്പായി എന്ന്. അതായത് അവരുടെ പ്രണയം ബ്രേക്കപ്പായി എന്ന് പറഞ്ഞാൽ അപ്പോൾ കുട്ടികൾക്കൊരു കൗതുകമാണ്, അവർക്കിത് അറിയില്ല. അപ്പോൾ ചില കുട്ടികളിലെങ്കിലും ഇതൊരു തമാശയായിട്ട് എടുക്കാൻ പറ്റുന്നു, ചില കുട്ടികൾക്ക് ഇത് വലിയ ട്രോമയായിട്ട് മാറും. അതായത് നമ്മുടെ കുട്ടികൾക്ക് പലപ്പോഴും അറിയില്ല. ഇപ്പോൾ വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്കധികം തീർപ്പിക്കാനുണ്ടാവും, നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ കുട്ടികളുടെ ഒരു പ്രഷർ നമുക്ക് ചിലപ്പോൾ ഒരു 2nd സ്റ്റേജിലൊക്കെയാണ് അറിയാൻ പറ്റുള്ളൂ.
നമുക്ക് വീട്ടിൽ നമ്മളുടേതായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ വേറെ കുടുംബപരമായിട്ടുള്ള മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമ്മുടെ മകളൊന്ന് ഡെസ്പായിട്ടിരിക്കുമ്പോഴാണ് ഇൻസ്റ്റഗ്രാമിൽ പരിചയപ്പെട്ട ചേട്ടൻ എന്താണ് നിൻ്റെ വോയിസ് ഇങ്ങനെ, ഒരൊറ്റ ചോദ്യമാണ് അല്ലേ. അപ്പം ഈ പെൺകുട്ടിയെ സംബന്ധിച്ച് വീട്ടിലുള്ള അച്ഛനും അമ്മയും പോലും തിരിച്ചറിയാൻ പറ്റാത്ത എൻ്റെ പ്രശ്നങ്ങൾ 80 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ജില്ലയിലുള്ള ചേട്ടൻ തിരിച്ചറിഞ്ഞു. എമ്മാതിരി കെയറിങ് അല്ലേ. ഞാൻ ഈ പറഞ്ഞ പോലെ ഡബിൾ മൈൻഡായി. ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ ഇവൻ വിളിക്കും, ചിലപ്പോൾ അവർ പോവും. പിന്നീട് ഉണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തേക്കായിരിക്കും. അപ്പോൾ നമ്മുടെ പ്രസൻസിലാണ് കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നത് നമ്മൾ ഉറപ്പ് വരുത്തുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിഹേവിയറൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ. അതായത് പെട്ടെന്ന് ഹൈപ്പറായിട്ട് ആക്റ്റീവ് ആവുക. സാധാരണ ഒരു 8:30 ഒക്കെ വീട്ടിലെത്തണം എന്ന് ആഗ്രഹിച്ചിരുന്ന നമ്മുടെ കുട്ടി 11 മണിയാണ്. അപ്പം ഞങ്ങൾ ചെറുതുരുത്തി അല്ലെങ്കിൽ നമ്മുടെ ചില ഏരിയകളിലൊക്കെ കറങ്ങാൻ പോകുമ്പോൾ രാത്രി 1:30 നമ്മുടെ മക്കൾ ചായ കുടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇവരുടെ വീട്ടിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ അവനങ്ങനെ ചായയോടെ ഒരു അഡിക്ഷനോ, വീട്ടിൽ തന്നെ അവന് ചായ നിർബന്ധിച്ച് കുടിപ്പിക്കണം. അങ്ങനെയുള്ള കുട്ടികൾ ചായ കുടിക്കാനാണെന്ന് പറഞ്ഞിട്ട് രാത്രി പുറത്തേക്ക് ഇറങ്ങണം. നമ്മൾ നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്ന ആളുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡ്രഗ്സിൻ്റെ ഒരു ഹൈപ്പ് നമ്മുടെ നാട്ടിലേക്ക് വന്നതിൻ്റെ ചെറിയൊരു റീസൺ, ഞാനത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കരുത്. നൈറ്റ് ലൈഫ് ഒരു ചെറിയ രീതിയിൽ അതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്കറിയാം നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത് ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ഹോട്ടലുകളുണ്ട്, അവരുടെ ഉപജീവന മാർഗ്ഗമാണ് അല്ലേ. ഇനിയിപ്പോൾ ആർട്ടിസ്റ്റുകളുണ്ടെങ്കിൽ അവിടെ കലാപരിപാടികൾ നടത്തുന്നുണ്ടെങ്കിൽ ഇതൊക്കെ അവരുടെ ഉപജീവന മാർഗ്ഗമാണ്. പക്ഷേ ഈ നൈറ്റ് ലൈഫിനെ നമ്മളുടെ കുട്ടികൾ പൂർണ്ണമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലാണോ ഉപയോഗിക്കുന്നതെന്ന് നമുക്കൊന്ന് അറിയാൻ പറ്റണം. നമ്മൾ പണ്ട് രാത്രി നടത്തം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സാധനം ചെയ്തില്ലേ അല്ലേ. സ്ത്രീകൾ അല്ലേ ശക്തരാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും രാത്രി നടക്കും. ആരോ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ പരിപാടികളും എത്ര ദിവസമാണ്? 2 ദിവസമാണ്. അതാണൊരു പ്രശ്നം അല്ലേ. ഓണത്തിന് ഒരു മുറം പച്ചക്കറി, അത് കഴിഞ്ഞ് എന്ത് വേഷം കഴിക്കാമെന്ന് പറഞ്ഞ പോലെ അല്ലേ. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, അത് ഞാൻ ആരും കുറ്റം പറയുന്നതല്ല. എല്ലാ പരിപാടിയും നമുക്ക് പ്രോഗ്രാമുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. ഫോളോ അപ്പ് ചെയ്യുന്നത് വളരെ, അന്ന് നമ്മളെ രാത്രി നടന്നത് കുറച്ച് കാലം കൂടി തുടർച്ചയായിട്ട് നടക്കുക വെച്ചാൽ നമ്മുടെ പല കുട്ടികളെയും നമുക്ക് എന്ത് ചെയ്യായിരുന്നു? രക്ഷിക്കായിരുന്നു. അവരുടെ പല ഇടങ്ങളും നമുക്ക് തിരിച്ചറിയാമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നമ്മളൊരു എന്താ പറയുക, ഒരു പ്ലാൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് ഞാൻ ഇപ്പോൾ ജനപ്രതിനിധികളോട് ഉള്ളത് കൊണ്ടാണ് പറയണത്. നിലവിൽ ഇപ്പം ഞാൻ പറയുന്നത് വലിയൊരു സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റ് മാറ്റിയിട്ട് നമ്മുടെ വാർഡിൽ, എൻ്റെ സ്വന്തം വാർഡിൽ നിലവിൽ എത്ര കുട്ടികൾ ഇങ്ങനെ ഒരു റാക്കറ്റിലേക്ക് പോയിട്ടുള്ളതായിട്ട് നമുക്കറിയാം. അത് നമ്മളൊരു ലിസ്റ്റ് ആദ്യം ഉണ്ടാക്കുക. ഇനി അത് ഉണ്ടാക്കിയിട്ട് അതിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നലെ പത്രത്തിൽ കണ്ട പോലെ, മിനിഞ്ഞാന്ന് പത്രത്തിൽ കണ്ട പോലെ ഒരു അഗ്രസീവ് മൂഡിൽ നിൽക്കണം. അതായത് ഏത് നിമിഷം ഈ സാധനത്തിനെ എതിർക്കുന്ന ആളുകളെ ആയാലും, സ്വന്തം മാതാപിതാക്കളെ ആണെങ്കിലും കൂട്ടുകാരെ ആണെങ്കിലും ഒരു ആയുധമെടുത്ത് ആക്രമിച്ച് കൊലപ്പെടുത്താൻ പാകത്തിൽ നിൽക്കുന്ന എത്ര വിഭാഗം ആളുകളുണ്ട്. അതൊരു കാറ്റഗറി. അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ എക്സൈസും പോലീസും നിരന്തരം കേസെടുത്തിട്ടും 2ഉം 3ഉം തവണ കേസെടുത്തിട്ടും ഇപ്പോഴും ഈ സാധനം യുവാക്കൾക്കിടയിൽ അല്ലെങ്കിൽ ഇത് ഉപഭോക്താക്കൾക്കിടയിൽ വിൽക്കാൻ ധൈര്യപ്പെടുന്ന ആളുകളുണ്ടോ? അവരുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഈ 3 വിഭാഗം ആളുകളെയും ഏത് തരത്തിൽ നമ്മൾ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കതിന് എന്ത് വേണം? ഒരു ഏകദേശ കണക്ക് നമുക്ക് നമ്മുടെ കയ്യിൽ വേണം അല്ലേ. ഇപ്പോൾ എക്സൈസ് ഓഫീസിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റിയ എന്താണ്? ഈ മാസം പിടിച്ച നർക്കോട്ടിക് കേസുമായി ബന്ധപ്പെട്ട കേസിലെ പ്രതികളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം. അതിൽ ആര്യമ്പാടത്തുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ആ വിശദാംശങ്ങൾ തരാം എന്ന് മാത്രം അല്ലേ. അത്രേ പറ്റുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അറിയുന്നതിൻ്റെ, ഞങ്ങളുടെ ഇൻ്റലിജൻസിനെ അറിയുന്നതിൻ്റെ 100 ഇരട്ടി വിവരങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും അറിയാം. പക്ഷെ നമ്മളത് ഷെയർ ചെയ്യാറില്ല. എന്താ കാരണം? എൻ്റെ മോൻ തൽക്കാലം യൂസ് ചെയ്യണില്ല, എൻ്റെ ഭർത്താവും തൽക്കാലം യൂസ് ചെയ്യണില്ല. പക്ഷെ പത്തനംതിട്ടയാണ്, അങ്കമാലിയാണ്, ഒരു ഫാമിലിയിലെ 3 പേരെ തലക്കടിച്ചു വന്ന ഒരു ചെറുപ്പക്കാരൻ അല്ലേ. ആ വീട്ടിലെ 3 പേരും ഇത് ഉപയോഗിക്കുന്ന ആളുകളായിരുന്നില്ല. ഇവൻ നിരന്തരം ശല്യം ഉണ്ടാക്കിയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു എന്നാണ് ആ പാവങ്ങൾ ആകെ ചെയ്ത തെറ്റ്. ഭർത്താവ് വരുമ്പോഴേക്കും അവരെ അടിച്ച് ശരിപ്പെടുത്തിക്കണം അല്ലേ. ഉറങ്ങിക്കിടക്കുന്ന ഉമ്മേനെ അല്ലെങ്കിൽ അമ്മയെ വെട്ടിക്ക് വന്ന ചെറുപ്പക്കാരനും
ഇത് കൊലപാതകം ചെയ്യുന്നതിൻ്റെ മുമ്പ് ആ നാട്ടുകാർ വിചാരിച്ചിട്ടില്ല ഇവൻ ഈ ഒരു സ്റ്റേജിലേക്ക് പോവും, അല്ലേ? അപ്പം നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഒരു ഇഷ്യൂ വലിയൊരു എന്താ പറയുക ട്രാജിക് ആയിട്ടൊരു സ്റ്റേറ്റിലേക്ക് എത്തുന്ന വരെ പ്രതികരിക്കാതിരിക്കുക. അത് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പല നാടുകളിലും എന്താണ് ബോർഡുകൾ, അല്ലേ? ഏതൊരു സ്ഥലത്ത് വണ്ടിയിലൊക്കെ അനൗൺസ്മെൻറ്റ് കണ്ടു, ഈ നാട്ടിൽ മയക്കുമരുന്ന് വിൽക്കുന്ന ആളുകളെ ഞങ്ങൾ കയ്യും കാലും തല്ലി ഓടിക്കുന്നവരുണ്ട്, അല്ലേ? നല്ല കാര്യമാണ്. അതിൻ്റെ ഒരു 50% ആവേശം ഒരു 5-6 കൊല്ലം മുമ്പ് നമുക്കുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത്രയും ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഒരു പക്ഷേ നമ്മൾ പോകില്ലായിരുന്നു. കാരണം നിലവിലുള്ള നിയമങ്ങൾക്ക് നാർക്കോട്ടിക്സ് നിയമം എന്ന് പറയുന്നത് 85 വന്നിട്ടുള്ള NDPS ആക്ട് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്. വധശിക്ഷ വരെ ലഭിക്കാവുന്ന വകുപ്പ് അതിലുണ്ട്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ ചെറിയ ക്വാണ്ടിറ്റി ഡ്രഗ്സ് കൈവശം വയ്ക്കുമ്പോൾ ഇപ്പോഴും അതിൽ നല്ലൊരു ശതമാനം സെക്ഷനും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതാണ്. അതാണ് ഞങ്ങൾ ഉദ്യോഗസ്ഥർ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. പക്ഷേ നിയമം എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു കാരണമുണ്ട്. ആദ്യമായിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഒരാളെ അപ്പോൾ തന്നെ ഒരു ഭീകരനായിട്ട് മുദ്ര കുത്തി അയാളെ ഡി അഡിക്ഷന് അല്ലെങ്കിൽ ഒരു ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രീതി മാറ്റി ചെറിയ ക്വാണ്ടിറ്റിയൊക്കെ നമ്മുടെ മക്കളുടെ കയ്യിൽ അറിഞ്ഞോ അറിയാതെയോ വന്നാൽ അവർക്ക് ജാമ്യം കൊടുത്ത് തുടർന്നുള്ള ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്ത് അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നൊരു ചിന്ത ആദ്യം മുതലേ ഉള്ളത് കൊണ്ടും ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ മെഡിസിനൽ പർപ്പസിന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ പേര് തന്നെ എന്താണ്? ഡ്രഗ്സ് എന്നാണ്. മരുന്നിന് നമ്മൾ പറയുന്നത് എന്ത് തന്നെയാണ്? ഡ്രഗ്സ് തന്നെയാണ് പറയുന്നത്, അല്ലേ? മിക്ക നമ്മൾ നർക്കോട്ടിക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ നർക്കോട്ടിക് സബ്സ്റ്റൻസ് ആയിട്ടുള്ള പല നിങ്ങൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഇപ്പം മോർഫിൻ അടക്കമുള്ള ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുന്ന ക്യാൻസർ പേഷ്യൻറ്റിന് മറ്റേ നമ്മൾ പെയിൻ കില്ലറായിട്ട് കൊടുക്കുന്ന പല മെഡിസിൻസും ഡ്രഗ്സാണ്. നമ്മൾ പിടിക്കുന്ന ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഈ സിന്തറ്റിക് ഡ്രഗ് പോലും ചില വിദേശ രാജ്യങ്ങളിൽ മരുന്നുകളായിട്ട് പരീക്ഷിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒറ്റയടിക്ക് ബാൻ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിലവിൽ നമ്മുടെ നാട്ടിൽ ചെറിയ ഇപ്പോൾ എല്ലാവരും പറയണ കേസ് എന്താ വെച്ചാൽ കാലത്ത് എക്സൈസുകാർ പിടിച്ചുകൊണ്ടുപോയി കഞ്ചാവായിട്ട് ഉച്ചയ്ക്ക് ഞങ്ങളുടെ മുമ്പിൽ കൂടെ തന്നെ അവൻ ബൈക്കിൽ ടാറ്റാന്ന് പോകുന്നത് ഞങ്ങൾ കണ്ടു. പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇൻഫർമേഷൻ കൊടുക്കണേ എന്ന് ചോദിച്ച അമ്മമാരുണ്ട് ഞങ്ങളുടെ അടുത്ത്. ഞങ്ങളുടെ അളിയന്മാരായതുകൊണ്ടോ പ്രത്യേകം ഞങ്ങൾക്ക് എന്തെങ്കിലും പാരിതോഷികം കിട്ടിയതുകൊണ്ടോ ഞങ്ങൾ വിടുന്നതല്ല. അതിന് സ്റ്റേഷൻ ജാമ്യം കൊടുക്കാവുന്നതാണ് എന്ന് കോടതി പറഞ്ഞിട്ടത് കൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് അതിലും സങ്കടം തോന്നുന്ന കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ 10,000 രൂപ വരെ പിഴയോ 6 മാസം തടവോ ലഭിക്കാവുന്ന കുറ്റമാണ് ചെറിയൊരു ക്വാണ്ടിറ്റി കഞ്ചാവ് നമ്മുടെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ. പക്ഷേ ഈ കഴിഞ്ഞ മാസം വടക്കാഞ്ചേരി കോടതിയിൽ അതിലൊരു പ്രതിക്ക് ഫൈൻ കൊടുത്ത് എത്രയെന്നറിയോ? 2,000 രൂപയാണ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ അദാലത്താണ്, അദാലത്തിന് ഫൈൻ കുറവാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ഒരു പയ്യൻ പറയാം, സാറേ ഞങ്ങൾ അദാലത്തിന് അടച്ചാൽ പോരെ. ഇപ്പോൾ അവർ സെക്ഷനൊക്കെ പറഞ്ഞു തുടങ്ങി നമ്മളുടെ അടുത്ത്. സാറേ 20B to A അല്ലേ വരിക, മാക്സിമം വരുന്നത് 2,000 രൂപയല്ലേ, ഇപ്പം അത്ര വടക്കാഞ്ചേരി 2,000 അടപ്പിക്കുന്നുള്ളൂ എന്നൊക്കെ കുട്ടികളുടെ ഇടയിൽ ചർച്ച വന്നു തുടങ്ങി. അപ്പം നമ്മൾ ഇനി ചർച്ച ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് നർക്കോട്ടിക്സ് നിയമം എന്ന് പറയുന്നത് ഇപ്പോൾ അറിവേട്ടനൊക്കെ അറിയാം, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഡെപ്യൂട്ടി കളക്ടർ സാറുണ്ട്, റിട്ടയർ ആയിട്ടുള്ള അദ്ദേഹമുണ്ട്, എന്നേക്കാൾ കൂടുതൽ ഈ കാര്യത്തിൽ അവഗാഹമുള്ള ആളുകളാണ് അവരൊക്കെ. അവർക്കറിയാം ഒരു നിയമം പാസ്സാക്കപ്പെടുന്നത് എവിടെയാണ്? പാർലമെൻറ്റിലാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ നിയമസഭകളിലാണ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടത്തേണ്ടത്. അപ്പോൾ അത് പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾ ചർച്ച ചെയ്ത് ഈ സ്മോൾ ക്വാണ്ടിറ്റി കേസുകളെ ഇത്തരത്തിലെടുത്താൽ മതിയോ? ഇനി മറ്റൊരു തമാശ എന്താണെന്നറിയോ? ഇതിന് സമാന്തരമായിട്ട് ചാനലുകളിൽ ചർച്ച ചെയ്ത് ഒരു വിഭാഗം ആളുകൾ ചർച്ച ചെയ്യുന്നത് ഇത് ലീഗലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. അതായത് ഇത്തരം സാധനങ്ങൾ നിരോധിക്കുന്നതാണ് ആളുകൾ ഇത് ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കാനും ആളുകൾക്ക് ഇതിനോട് ഇത്തരം ആസക്തി തോന്നാനും. ഇത് എല്ലാ സ്ഥലത്തും കിട്ടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇതൊരു കച്ചവട താല്പര്യത്തിൽ ആൾക്കാർ വാങ്ങിക്കാനും വിൽക്കാനും ഒന്നും നിൽക്കില്ല. കാരണം എല്ലാ സ്ഥലത്തും ഉണ്ട്. പിന്നെ ഇപ്പം എന്തിനാ അത് വാങ്ങിച്ചിട്ട് ഇത്ര കച്ചവടം ചെയ്യണം? കാരണം ലാഭമൊന്നുമില്ലല്ലോ, ചിലവ് കുറച്ചിട്ട് ഇത് കൊടുത്തുകൂടെ എന്നൊക്കെയാണ് വേറൊരു വിഭാഗം ആളുകൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ഡീറ്റെയിൽ ആയിട്ട് ചർച്ച നടത്തിയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്കൊരു കേരള പോലീസ് ആക്ട് പോലെ ഇപ്പം നമ്മുടെ നാട്ടിലറിയാം പാൻ മസാല, അല്ലേ? പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ അതും ഞങ്ങളെ ഏറ്റവും കൂടുതൽ എക്സൈസുകാർ പഴി കേൾക്കുന്ന ഒരു സംഭവമാണ്. കെട്ടുകണക്കിന് പുകയില അവർ പിടിച്ചുകൊണ്ടായി ഇതേ അമ്മമ്മ പിറ്റേ ദിവസം വീണ്ടും ചെയ്യണം. ഞങ്ങൾ കേൾക്കാറുണ്ട്. കാരണം എന്താണ്? പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ എക്സൈസ് ഉദ്യോഗസ്ഥന് കൊടുക്കാൻ പറ്റുന്ന ഫൈൻ എത്രയെന്ന് നിങ്ങൾക്കറിയോ? അത് ഏത് നിയമപ്രകാരം എന്നറിയോ? കോട്ട്പ എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. അത് 2003 വന്നിട്ടുള്ള നിയമമാണ്. അതിന് 200 രൂപയാണ് ഫൈൻ കൊടുക്കാൻ പറ്റുക.
അപ്പോൾ ഈ ഫൈൻ കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ എക്സൈസുകാർ വന്നിട്ട് 200 രൂപ ഫൈൻ തന്നതല്ലേ, ഞാൻ നാളെ മുതൽ ഒരു നല്ല വ്യക്തിയായിട്ട് മാറാം എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും നിർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവർ 200 രൂപ നഷ്ടത്തിലുള്ള സാധനം കൂടിയും ഇറക്കി കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഇത്തരം സാധനങ്ങൾ എങ്ങനെ നമുക്ക് പിന്നെ നിരോധിക്കാൻ വേണ്ടി സാധിക്കും? ഇപ്പോൾ പോലീസുകാരാണെങ്കിൽ കേരള പോലീസ് ആക്ടിലെ മറ്റൊരു സെക്ഷനും കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ 5000 രൂപ വരെയുള്ള ഫൈനൊക്കെ ചുമത്തുന്നത്. ഒന്നുകിൽ നമുക്ക് ഒരു കേരള എക്സൈസ് ആക്ട് പോലെ നമുക്ക് കുറച്ചും കൂടിയും ഇത്തരം ഡ്രഗ്സൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി അധികം ഫൈൻ ചുമത്താൻ പറ്റുന്ന, ഇംപ്രിസൺമെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന പുതിയ നിയമങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുമോ? അത്തരം കാര്യങ്ങൾ ജനപ്രതിനിധികൾ ചർച്ച നമ്മൾ അമെൻമെൻറ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് കേന്ദ്രത്തിൻ്റെ ഈ നിയമം ഭേദഗതി ചെയ്യാനൊക്കെ ആയിട്ട് നിരവധി തവണ നമ്മുടെ സർക്കാർ അമെൻമെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ, കേരള സർക്കാർ തന്നെ 2016 മുതൽ വിമുക്തി മിഷൻ എന്നുള്ള പേരിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ള ആളുകളെ അണിനിരത്തിക്കൊണ്ട് ഈ ആൻറ്റി ഡ്രഗ്സിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. സ്കൂളിലാണെങ്കിൽ NSS, SPC, അങ്ങനെ വിവിധ സംഘടന, കുടുംബശ്രീക്ക് അതിൽ വളരെ ആക്റ്റീവാണ്. ഇവരെല്ലാവരും അണിനിരത്തിക്കൊണ്ട് നമ്മൾ ഈ ആൻറ്റി ഡ്രഗ്സ് പ്രവർത്തനം നടത്തുന്നുണ്ട്. വളരെ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ നമ്മുടെ സർക്കാർ ഈ അപകടം മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് ഇത്രയും വർഷം മുമ്പ് തന്നെ ഈ ക്യാമ്പയിൻ തുടങ്ങി വെച്ചത്. കുറേ ആളുകൾ അതിനെ വിമർശിക്കാറുണ്ട് പലപ്പോഴും. എന്താണ്, ഇത്രയൊക്കെ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഇത് പിന്നെ ഉണ്ടാവുമല്ലേ എന്ന് ചോദിക്കുന്നത് കേട്ടിട്ടില്ലേ പലരും? ഇത്രയും പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ട് ഇത് കേസുകൾ കൂടുകയാണല്ലോ. അപ്പം നമ്മൾ അവരോട് തിരിച്ചു ചോദിക്കേണ്ട ഒരു ചോദ്യം ഒന്നേ ഉള്ളൂ, ഇത്രയും പ്രവർത്തനങ്ങൾ നമ്മൾ വ്യാപകമായി നടത്തിയിട്ടും ഈ ക്രൈം നടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നടത്താതിരുന്നിരുന്നെങ്കിൽ എന്താവും നമ്മുടെ നാട്ടിലെ അവസ്ഥ? സ്കൂളുകൾ തോറും നമ്മൾ കയറി, ഞാൻ പറഞ്ഞ ഒരൊറ്റ ഇൻസിഡൻറ്റിലും ഞാൻ ഇടപെട്ടുകൊണ്ട് ആ സ്കൂളിലൊരു അടിപിടിയും കൊലപാതകം ഒഴിവായി എന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അധ്യാപകർ നമ്മളോട് സഹകരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കുട്ടികളുടെ ഇടയിലുള്ള ബിഹേവിയറൽ ചേഞ്ചും ഇത്തരം സാധനങ്ങളുടെ സബ്സ്റ്റൻസിൻ്റെ ഉപയോഗമൊക്കെ നമ്മളെ അറിയിക്കുമ്പോൾ നമ്മളെപ്പോലുള്ള അധ്യാപകർ അവിടെ പോയിട്ട് ഉദ്യോഗസ്ഥരെ ഇടപെടുന്നത് കൊണ്ടും ചില സമയത്തെങ്കിലും കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതിൻ്റെ ഭാഗമൊക്കെ ആയിട്ടാണ് പല വലിയ അപകടങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന് സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. വിമുക്തി മിഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എത്രമാത്രം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ല. വളരെ ആർജവത്തോടു കൂടി പ്രവർത്തിക്കുന്ന വലിയൊരു വിങ്, നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ വലിയൊരു വിങ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രന്ഥശാലയുടെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു ഗ്യാതറിങ്, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൂടിയ ഈ ഒരു സംഭവത്തോടു കൂടി അവസാനിക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ടാവണം. നമുക്കിപ്പോൾ നാളെ ഒരു വീട്ടിൽ പോയിട്ട് ഈ വീട്ടിൽ എത്ര കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 അടിച്ച് ഓടിക്കും നമ്മൾ തന്നെ, അല്ലേ? അതൊരിക്കലും പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല. എന്നാൽ പോലും കുറച്ച് സോഷ്യലി ഇടപെടുന്ന ആളുകൾ, ഇപ്പം നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുറേ ആളുകളോട് നിൽക്കുന്നുണ്ട്. അവരെല്ലാ തരത്തിലുള്ള ആളുകളായിട്ട് ഇടപെടുന്ന ആളുകളാണ്. അവർക്കറിയാം സാർ ഇന്ന വീട്ടിൽ ഇന്ന പയ്യൻ ഇങ്ങനൊരു സാധനം ഉപയോഗിക്കുന്നതായിട്ട് ഡൗട്ടുണ്ട്, 100% ഉറപ്പൊന്നുമില്ല. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പേര് നമ്മൾ നോട്ട് ചെയ്യുന്നു. പക്ഷെ വേറൊരു ടീം പറയണം അത് ഡൗട്ടല്ല സാറേ, നമ്മളവരെ പല സ്ഥലത്തുനിന്നും കണ്ടിട്ടുണ്ട്, പുറത്തുനിന്ന് സ്ഥിരമായിട്ട് ഒരു ബൈക്കിൽ ഒരു ടീം അവിടെ വരുന്നുണ്ട്, ആ ടീമാണ് ഈ സാധനം ഇവിടെ എത്തിക്കുന്നത്, അല്ലേ? നിങ്ങളൊരു ഇൻഫർമേഷൻ പറഞ്ഞാലോ? അതുകൂടി പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാം, നമുക്ക് സമയത്തിൻ്റെ നല്ല പരിമിതികളുണ്ട്. അപ്പോൾ അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ പരാതി പറയാൻ മടിക്കുന്നത്, ഒരു ഇൻഫർമേഷൻ തരാൻ മടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ആരെക്കുറിച്ചിട്ടാണോ ഈ ഇൻഫർമേഷൻ ജനങ്ങളെ അറിയിക്കുന്നത് ആ പ്രതിയെ അപ്പം തന്നെ ആരിത് വിളിച്ച് പറയും? എക്സൈസുകാർ വിളിച്ച് പറയും, അല്ലേ? കാരണം ഞങ്ങളുടെ പണി അതാണല്ലോ. ഞാൻ ഏത് മീറ്റിങ്ങിന് പോയാലും ആളുകൾ ആദ്യം പറയുന്ന പരാതിയാണ്. എല്ലാ മീറ്റിങ്ങിൽ പോയാലും 2 പേര് എഴുന്നേറ്റ് എന്ന് പറയും, സാറേ ഞങ്ങളിത് വിളിച്ച് പറയില്ല. അപ്പോൾ ഞാൻ പറയും, ഏത് ഉദ്യോഗസ്ഥനാണിത് വിളിച്ച് പറയും? അതും ഞങ്ങൾക്കറിയില്ല. ശരി, എങ്ങനെയാണ് ഈ പ്രതിയെ അറിയിച്ചത്? ഫോൺ മുഖേനയാണോ, അയാൾ നേരിട്ട് അയാളുടെ വീട്ടിൽ പോയിട്ടാണോ? അതും ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഇങ്ങനെ കേൾക്കാനുണ്ട്. ഇത് ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളുടെ ഒരു ടാക്ടിക്സാണ്. അതായത് ഒരു 4-5 ആളുകളോട് പറയുകയാണ് ഞങ്ങൾക്ക് എക്സൈസ് ഓഫീസിൽ പരിചയമുള്ള ആളുകളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീപ്പൊക്കെ പോകുമ്പോൾ ചില ആളുകൾ ചെയ്യുന്ന ഐഡിയ ആണ്. ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാകാൻ വേണ്ടി പറയാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇത്രയും ആളുകൾ ഈ ക്ലാസ്സിന് വന്നപ്പോൾ എൻ്റെ പേരെന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി. ഇതുപോലെ നിരന്തരം ഒരു പ്രതിയെ നമ്മുടെ ഓഫീസിൽ പിടിക്കുമ്പോൾ 2-3 തവണ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഓഫീസിലെ ആളുകളുടെ പേരൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ നാളെ ആര്യമ്പാടം സെൻറ്ററിലൂടെ എക്സൈസിൻ്റെ ജീപ്പ് പോകുമ്പോൾ അയാൾ ഫോൺ എടുത്ത് പറഞ്ഞു, രാജേഷ് സാറേ ഞാൻ കണ്ടു കേട്ടോ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത് കേൾക്കുന്ന ഒരാൾ നാളെ ഒരു പരാതി വിളിച്ച് പറയുമോ? ഇല്ല. കാരണം ഇവൻ എക്സൈസ് ഓഫീസിൽ സുഹൃത്തുക്കളുണ്ട്. ഇത് ഇവരുടെ ഒരു തന്ത്രമാണ്. ഇനി വേറൊരു ഐഡിയയാണ്, ഇവനറിയാം ഇവൻ്റെ മദ്യക്കച്ചവടമാണെങ്കിലും മയക്കുമരുന്ന് കച്ചവടമാണെങ്കിലും ഹാൻഡ്സ് വിൽക്കുന്നതാണെങ്കിലും നിങ്ങൾക്ക് അതിൽ എതിർപ്പുണ്ടെന്ന് അവനറിയാം.
പരാതി പറഞ്ഞത് നിങ്ങളാണോ എന്ന് അവന് ഉറപ്പൊന്നും ഇല്ല. പക്ഷെ നിങ്ങൾ നടന്നു പോകുമ്പോൾ അവൻ പറയും, എനിക്കും അറിയാം, എക്സൈസ് ഓഫീസിലൊക്കെ എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, ആരാണ് വിളിച്ചു പറഞ്ഞതെന്നൊക്കെ എനിക്ക് അറിയാം. നമുക്ക് സംശയമായി. ചിലപ്പോൾ അന്ന് നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ തൊട്ട് തലേ ദിവസം നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഇയാളെ കൊണ്ട് ഇങ്ങനെ ശല്യം ഉണ്ട് എന്നുള്ളത്. നമുക്ക് വീണ്ടും ഡൗട്ടായി, ഞാൻ ആകെ എക്സൈസ് ഓഫീസിലേക്ക് മാത്രമേ വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ എങ്ങനെ ഇവനിത് അറിഞ്ഞു? ഇത് ഇവരുടെ ഞാൻ പറഞ്ഞ ഈ കച്ചവടം ചെയ്യുന്ന ആളുകളുടെ ടാക്ടിക്സ് ആണ്. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ആ നമ്പർ ഇവിടെ തരാം. അതായത് നിങ്ങളൊരു ഇൻഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യുന്നത്. പൊതുജനങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമുക്കത് അറിയാനുള്ള റൈറ്റ് ഉണ്ട്. നിങ്ങളൊരു തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള ഞാനൊരു നമ്പറാണ് ഞാൻ നിങ്ങൾക്ക് തരിക, എക്സൈസ് ഓഫീസിൻ്റെ നമ്പർ തരും വടക്കാഞ്ചേരിത്തെ. ഈ കൺട്രോൾ റൂമിൻ്റെ നമ്പറിലേക്ക് നിങ്ങളൊരു പരാതി വിളിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ തൃശ്ശൂരുള്ള എക്സൈസിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് നിങ്ങളൊരു പരാതി വിളിച്ച് പറഞ്ഞാൽ, ആ ഹെഡ് ഓഫീസിൽ നിന്ന് നോക്കുന്നത് ആര്യമ്പാടം എന്ന് പറഞ്ഞ സ്ഥലം ഏത് റേഞ്ചിൻ്റെ പരിധിയിലാണ്. അപ്പോൾ അവർക്ക് മനസ്സിലായി വടക്കാഞ്ചേരി റേഞ്ചാണ്. വടക്കാഞ്ചേരി റേഞ്ചിലേക്ക് ഇമെയിലായിട്ട് നിങ്ങൾ ഫോണിൽ വിളിച്ച് പറഞ്ഞ കാര്യം ഞങ്ങളുടെ ഓഫീസിലേക്ക് അയക്കും. ആര്യമ്പാടത്ത് സ്കൂളിൻ്റെ പുറകിൽ ഇന്ന പറമ്പിൽ അല്ലെങ്കിൽ ഇന്ന ഗ്രൗണ്ടിൻ്റെ സമീപത്ത് സ്ഥിരമായിട്ട് കുട്ടികൾ വന്നിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവിടുന്ന് സ്കൂളിൻ്റെ പരിസരത്തുള്ള 5ാമത്തെ വീട്ടിൽ സ്ഥിരമായിട്ട് കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നു. ഈ പരാതി മാത്രമാണ് ഇങ്ങോട്ട് വരുന്നത്, വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസിലേക്ക് വരുന്നത്. അതല്ലാതെ നിങ്ങളുടെ പേരോ അഡ്രസ്സോ ഫോൺ നമ്പറോ ഈ പർട്ടിക്കുലർ ഓഫീസിലേക്ക് ഒരിക്കലും വരില്ല. അതായത് നിങ്ങളൊരു പരാതി പറയുമ്പോൾ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഒരിക്കലും പറയേണ്ട കാര്യം ഇല്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ എക്സൈസ് ഓഫീസിലേക്ക് വിളിക്കാം. ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇതാരാണ് വിളിക്കുന്നത്, നിങ്ങളുടെ അഡ്രസ്സ് പറയൂ എന്ന് ചോദിക്കാറില്ല. രണ്ടാമതൊരു തവണ ഈ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരിക്കൽ പോലും നിങ്ങളെ തേടി, ചിലർക്ക് അങ്ങനെ ഒരു ഡൗട്ടുണ്ട്, നിങ്ങളല്ലേ അന്നിങ്ങനെ ഒരു പരാതി വിളിച്ച് പറഞ്ഞാൽ ആ വീടൊന്ന് കാണിച്ചു തരൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെ എക്സൈസുകാർ വരുമോ? അങ്ങനെ ഒരു സംഭവമില്ല. അപ്പം ഞാനിത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്തിനാ വെച്ചാൽ, എന്തെങ്കിലും ഒരു ഭയം അല്ലെങ്കിൽ ഒരു സംശയം നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന ചെറിയ ഇൻഫർമേഷൻസ് പോലും നമ്മൾ ചിലപ്പോൾ ഷെയർ ചെയ്യാനൊരു മടി കാണിക്കാറുണ്ട്. അത് ചിലപ്പോൾ വലിയ അപകടത്തിലെത്തിക്കും. നിങ്ങളുടെ സ്വന്തം മോൻ ഈ സാധനം ഉപയോഗിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ ആ വാർഡിൽ ഏതെങ്കിലും പയ്യന്മാർ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങളുടെ മകളുടെ കുട്ടി ഇവൻ്റെ സുഹൃത്താവാനുള്ള സാധ്യതയുണ്ട്, അല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ ഏട്ടൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ലെങ്കിൽ നാളെ നിങ്ങളുടെ അനിയൻ ഈ പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് സൗഹൃദത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ചെറിയ ഇൻഫർമേഷൻ ആണെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്താൽ പോരാ, ആ ഇൻഫർമേഷനിൽ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന നടപടി അത് നമുക്ക് അറിയാൻ ആഗ്രഹിക്കുന്നത്, അല്ലേ? നമുക്ക് അവകാശം, നമ്മൾ വോട്ട് ചെയ്യുന്ന ആളുകളാണ്, ടാക്സ് അടയ്ക്കുന്ന ആളുകളാണ്, ഞങ്ങളടക്കമുള്ള ആളുകൾ പബ്ലിക് സർവൻസ് ആണ്, നിങ്ങളെ സർവ് ചെയ്യാതിരിക്കുന്ന ആളുകളാണ്. ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിങ്ങളത് ഫോളോ അപ്പ് ചെയ്തില്ല? അല്ലെങ്കിൽ ഞങ്ങൾ അന്ന് രാത്രി 8 മണിക്ക് വിളിച്ച് പറഞ്ഞ പരാതിയിൽ എന്ത് നടപടിയാണ് ഈ ദിവസത്തിൻ്റെ ഉള്ളിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തിട്ടുള്ളത് എന്നുള്ള തരത്തിൽ നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു ഫീഡ്ബാക്കോ റിവ്യൂ ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ എന്താ പറയുക ആക്റ്റീവായിട്ട് നടക്കുക. അപ്പോൾ ആ തരത്തിൽ നിരന്തരം ഡിപ്പാർട്ട്മെൻറ്റിനെ ഒരു വേറെ വിഭാഗമായി കാണാതെ, അല്ലെങ്കിൽ 1-2 ഇൻസിഡൻറ്റ് ഇൻഫർമേഷൻ നിങ്ങൾ കൊടുത്തപ്പോൾ അതിൽ റിസൾട്ട് ഇല്ല എന്ന് കരുതിയിട്ട്, അതിനൊക്കെ കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. മനഃപൂർവ്വമായിട്ടുള്ളൊരു ഉപേക്ഷയൊന്നും കാണിക്കുന്ന ഉദ്യോഗസ്ഥരൊന്നും നിലവിലില്ല. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിയണം. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഈ ഹോട്ട്സ്പോട്ട് പോലത്തെ സ്ഥലങ്ങൾ, അതായത് ഏറ്റവും കൂടുതൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ആഴ്ചയിൽ ഒരു 2-3 തവണയെങ്കിലും മസ്റ്റായിട്ട് വന്നു പോകണം എന്നുള്ള സ്ഥലങ്ങൾ ഏതൊക്കെ? അത് വാർഡ് മെമ്പറാണെങ്കിലും കുടുംബശ്രീയുടെ പ്രവർത്തകരാണെങ്കിലും നമ്മുടെ ഗ്രന്ഥശാല പ്രവർത്തകരാണെങ്കിലും നോട്ട് ചെയ്ത് വയ്ക്കുക, ഉദ്യോഗസ്ഥരെ വിളിച്ച് പറയാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലിസ്റ്റ്, നമ്മുടെ ഏരിയയിൽ അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അവരെ നമുക്ക് തിരിച്ചറിയാനും ഒക്കെ സാധിക്കണം. തുടക്കത്തിൽ തിരിച്ചറിഞ്ഞാൽ ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുവന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ പേരൻസിനെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതല്ലാതെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് നമ്മളിത് ഇവിടെ അവസാനിപ്പിക്കുകയാണെങ്കിൽ, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ഈ നോമ്പ് തുറയുടെയൊക്കെ സമയത്ത് നമ്മളൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങളും ഞങ്ങളും ഈ ചിലവാക്കിയ സമയം വേസ്റ്റായി പോകുന്നതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിന് ഫോളോ അപ്പുകൾ ഉണ്ടാവണം. തുടർച്ചയായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഏരിയയിൽ ഇനിയൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടാതിരിക്കട്ടെ. പ്രത്യേകിച്ച് യുവാക്കൾ, എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഒരു ഇത് ഗ്രന്ഥശാലയുടെ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞാൽ ബാലവേദിയുടെയൊക്കെ ഒരു പാർട്ടിസിപ്പേഷൻ ഒന്നുകൂടിയൊക്കെ വേണ്ടതാണ്. എക്സാമിൻ്റെ ടൈം ആയതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക്
പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു തുടർച്ച എപ്പോഴും ഇങ്ങനത്തെ നമ്മുടെ കുട്ടികൾക്ക് എന്താ അറിയും, ഇത് കേട്ടു, ഇവരെല്ലാം അത് മനസ്സിലാക്കി, നമ്മളിത് കേട്ടു അല്ലേ, നമുക്ക് ഇന്നൊരു ആർജവൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഇത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു പോകും. കാരണം നമ്മൾ ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പം ഇതിൻ്റെ ഈ ഊർജ്ജം പോകുന്നതിൻ്റെ മുൻപേ നമുക്ക് തുടർച്ചയായിട്ടുള്ള പരിപാടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്ലാസ് അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, തുടർച്ചയായിട്ട് എന്നെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്തെങ്കിലും പ്രോഗ്രാംസ് ഇതിന് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം, ചർച്ചകൾ വന്നുകൊണ്ടിരിക്കണം, ഇടപെടലുകൾ ഉണ്ടാവണം. അപ്പോൾ മാത്രമേ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. നമുക്ക് ഇൻഫർമേഷൻ തരാനുള്ള ഒരു നമ്പർ ഞാൻ പറഞ്ഞില്ലേ, അത് ആദ്യം നോട്ട് ചെയ്യും. വിമുക്തിയുടെ ടോൾ ഫ്രീ നമ്പർ ഒരു 14405 ആണ്, ഞാൻ പറയാം, അത് കൗൺസിലിങ്ങിൻ്റെ ആണ്. ഞാൻ പറയുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. 9447 178000. ഒന്നുകൂടി പറയാം, 9447 178000. ഇനി ഈ ഫസ്റ്റ് 4 നമ്പറിൽ 9447 മാറ്റി 9061 എന്നാക്കി ബാക്കി നമ്പർ അതേപോലെ ഫോളോ ചെയ്യാം. 9061 178000 എന്നടിച്ചാലും നമുക്ക് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ മദ്യത്തിൻ്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തിരുവനന്തപുരത്തുള്ള കമ്മീഷണറേറ്റിലേക്ക് പരാതികൾ അറിയിക്കാനുള്ള നമ്പറാണ് ഞാൻ പറഞ്ഞ 9061 178000. ഇനി കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്ത് വിവരങ്ങൾ അറിയണമെങ്കിലും, നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഉപയോഗമുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു, ഒരു ഫ്രീ കൗൺസിലിംഗ് വേണം, കുട്ടികൾ അതിനെ എത്രമാത്രം കോപ്പറേറ്റ് ചെയ്യും എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. പക്ഷെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കിട്ടാൻ നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന ഒരു ടോൾ ഫ്രീ നമ്പറാണ്. ഏത്? 14405 14405. അതൊക്കെ നിങ്ങൾക്ക് സ്കൂളുകളിൽ നിങ്ങളുടെ മക്കൾക്ക് തന്നെ അറിയാം. അപ്പോൾ ആ നമ്പറുണ്ട്. ഇനി അധ്യാപകർക്ക് നമ്മൾ സ്കൂളിൽ വേറെ നമ്പറുകൾ കൊടുക്കാറുണ്ട് കോൺടാക്ട് ചെയ്യാനൊക്കെ. ഈ ആദ്യം പറഞ്ഞ 2 നമ്പറുകൾ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് വടക്കാഞ്ചേരി റേഞ്ച് ഇൻസ്പെക്ടറെ, അതായത് വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടറെ നമുക്ക് പരാതികൾ വിളിച്ച് പറയണം, നേരിട്ട് പോകാനുള്ള സമയമില്ല. അപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് സിം നമ്പറാണ്. അതായത് ഇപ്പോൾ ഉള്ള ജീൻ സൈമൺ എന്ന് പറഞ്ഞ ഇൻസ്പെക്ടർ മാറി പുതിയ ഇൻസ്പെക്ടർ വന്നാലും നമ്പറിന് മാറ്റമില്ല. ആ നമ്പർ പറയാം, 9400 9430 30 അല്ല 94 000 9400 69605 9400 ഇതാണ് വടക്കാഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടറുടെ സർക്കാർ സിമ്മാണ്. അതിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. ലാൻഡ് ഫോൺ നമ്പറൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും തോന്നണം കേട്ടോ. നിങ്ങളൊരു ഇൻഫർമേഷൻ വിളിച്ച് പറഞ്ഞ സമയത്ത് തന്നെ അല്ല, എക്സൈസ് ഇങ്ങനെ ചീറി പാഞ്ഞു വന്ന് പ്രതികളെ ചേസ് ചെയ്ത് പിടിച്ചു കൊണ്ടുപോകുന്നു, അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. എപ്പോഴും അതിനനുകൂലമായ സാഹചര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു കേസ് പിടിച്ച് അതിൽ പ്രതിനെ വിയൂർ റിമാൻഡ് ചെയ്യാൻ ഉണ്ടാകാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയായിരിക്കും. അതിന് കുറേ പ്രൊസീജിയറുകളുണ്ട്. അപ്പോൾ ചില സമയത്തൊന്നും ഞങ്ങൾ ചിലപ്പോൾ വിളിച്ചാൽ എത്താൻ പറ്റില്ല. ഞാനത് എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട്. ഒരു മുനിസിപ്പാലിറ്റിയും 7 പഞ്ചായത്തുണ്ട് വടക്കാഞ്ചേരി എക്സൈസ് ഓഫീസിൻ്റെ പരിധിയിൽ, 4 പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഒരു എക്സൈസ് ഓഫീസറാണ്. ഞാൻ എക്സ്ക്യൂസ് ആയിട്ടല്ല പറയുന്നത്, പക്ഷേ നമുക്ക് ചില സമയത്തെങ്കിലും ചില ഏരിയകളിൽ എത്തിപ്പെടാൻ സാധിക്കാറില്ല. അപ്പം നിങ്ങൾ എത്രമാത്രം ഇൻഫർമേഷൻ തരുന്നു, എത്രമാത്രം സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുന്നു, അതേപോലത്തെ റെസ്പോൺസ് തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ആ നമ്പർ എനിക്ക് നോക്കേണ്ടി വരും. യോദ്ധാവ് സെയിം പോലീസിൻ്റെ, ഇപ്പം ഞാൻ എക്സൈസിൻ്റെ ഒരു നമ്പർ പറഞ്ഞില്ലേ, അതിൻ്റെ സെയിം ആണ് യോദ്ധാവ്. നിങ്ങൾക്ക് ഇപ്പം നമ്മൾ തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യുന്ന ആർക്കും യോദ്ധാവ് എന്ന് അടിച്ച് കഴിഞ്ഞാൽ നമ്പർ കിട്ടും. അതിൽ നമുക്ക് കോൾ ചെയ്യാൻ പറ്റില്ല, എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെസ്സേജ് ചെയ്യാൻ. അപ്പോൾ ഒന്നുകൂടി സൗകര്യമായി അല്ലേ? ആ മെസ്സേജ് അവർ സ്ക്രീൻഷോട്ട് എടുത്ത് അതാത് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ യോദ്ധാവിൻ്റെ നമ്പർ നിങ്ങൾക്ക് പോലീസിൻ്റെ നമുക്ക് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമ്മൾ നമ്പറൊക്കെ നോട്ട് ചെയ്തിട്ട് എല്ലാവരും പോകും അല്ലേ? പരമാവധി നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെ റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ, ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ.